എന്താ വാര്യര് മാഷേ, സീതയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു കേട്ടല്ലോ. ചെറുക്കന് പ്രായം ഇത്തിരി കൂടുതലാണെന്നാണല്ലോ കേട്ടത്. ഏയ് അത്രയ്ക്ക് കൂടുതലൊന്നുമില്ല. അല്ല മാഷേ, ചെക്കൻ രണ്ടാം കെട്ടുകാരനാണല്ലേ? 4-5 കൊല്ലം മുമ്പല്ലേ അയാളുടെ ഭാര്യ സുമിത്ര പുഴയെ ചാടി ചത്തത്? അമ്പലത്തിൽ വെച്ച് ആവശ്യമില്ലാത്ത പരദോഷമൊന്നും പറയാതെ. സുമിത്ര ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാ, അല്ലാതെ പുഴയെ ചാടിയതൊന്നും അല്ല. ചാടിയതോ വീണതോ തള്ളിയിട്ടതോ? അയ്യോ, ഇതൊന്നും ഞാൻ പറയണല്ല കേട്ടോ. നാട്ടുകാരിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നടക്കുമ്പോ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? അല്ല, അതും ശരിയാ, ഒക്കെ ഒരു ജാതി അസൂയക്കാരാ. പിന്നെ ഈ നാട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ പിന്നെന്തിനാ ആ വലിയ വീട്ടിലെ സാറ് കാൽക്കാശിന് വകയില്ലാത്ത മാഷ്ടെ മകളെ കെട്ടുന്നതെന്നാ അവരുടെ ചോദ്യം. എന്റെ മോൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, മാത്രമല്ല നല്ല അടക്കം ഒതുക്കും. ബാലേന്ദ്രൻ ഇതൊക്കെയാ വേണ്ടേ, അല്ലാതെ ചുണ്ടത്ത് ചായവും തേച്ച് ആണുങ്ങളുടെ പിന്നാലെ നടക്കണ വലിയ വീട്ടിലെ കൊച്ചമ്മവരെ അല്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെ ആയാ മതി. ഓ, ആർക്കറിയാം. കൃഷ്ണ ഗുരുവായൂരപ്പ,
കാത്തു രക്ഷിച്ചോണേ. ആ അച്ഛാ, അച്ഛൻ വിഷമിക്കരുത്. നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ബാലേന്ദ്രന്റെ സ്വഭാവം വളരെ നല്ലതാന്നല്ലേ പിള്ളേച്ചൻ പറഞ്ഞേ? പിള്ളേച്ചൻ നമ്മളെ ചതിക്കില്ല മോളെ. പിന്നെ സ്വർണവും പണവും വേണ്ടാന്ന് പറഞ്ഞപ്പോ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ. അല്പം പ്രായ കൂടുതലാണെങ്കിലും അച്ഛനിത് ഉറപ്പിച്ച്. മോൾ അച്ഛനെ ശപിക്കരുത്. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? സുഖം. ഇത് കുറുപ്പേട്ടൻ. കുറുപ്പേട്ടനാ ഇവിടുത്തെ ഓളിനോൾ. ഇത് ദേവകി. ഇവിടുത്തെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദേവകിയാ, ഗോപാലിന്റെ ഭാര്യ. എന്നാ പിന്നെ വന്ന കാലിൽ നിൽക്കാണ്ട് അകത്തേക്ക് വരിക. വന്നോളൂ. വരാൻ വൈകിയപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിനി മടക്കണ്ടാവില്ല എന്ന്. ഭാമയ്ക്ക് ഇന്ന് തന്നെ തിരികെ പോണോന്ന് ഒരേ നിർബന്ധം. വരുന്ന വഴിക്ക് അവളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതാ വൈകിയത്. ശരി. മീനാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. സീതേ, ഇതാണ് മീനാക്ഷി, ഇവിടുത്തെ വേലക്കാരി. ഒരു പ്രത്യേക സ്വഭാവ. കാര്യമാക്കണ്ട. ബാലൻ സാറേ, ഓ, ബോംബെന്ന് ശേഖരൻ സാറിന്റെ ഫോണുണ്ട്. വരുന്നു പറയൂ. ഓ, കല്യാണത്തിന് കണ്ടില്ലേ എന്റെ പെങ്ങള് ഭാമ? അവളുടെ ഭർത്താവാ. സീത ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. അതാ മുറി. തദനു തദുദരേ ദിവ്യകൈശോരവേഷം
സുന്ദരി മണ്ഡലൈസ്യ കഴിഞ്ഞ മാസം വെളിച്ചെണ്ണയുടെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട്. ബാലൻസ് ആറാണെങ്കിൽ കുറെ ദിവസം ഉണ്ടായിട്ടില്ല. മറ്റെല്ലാ സാധനങ്ങളും കുറവേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ മാത്രം കൂടാൻ കാരണം ധൃതിക്കിടയിൽ കൈതട്ടി മറിഞ്ഞു പോയതാ, അല്ലാതെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയതൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് കാര്യം നേരത്തെ പറഞ്ഞില്ല? ഗോപാലട്ടൻ പറഞ്ഞാണോന്ന് വിചാരിച്ചു. അബദ്ധം ആർക്കും പറ്റാം. പക്ഷേ അത് മറച്ചു വെച്ചത് തെറ്റായി. അതിന് മാപ്പില്ല. ശമ്പളത്തിൽ നിന്ന് പിടിച്ചേ പറ്റൂ. ഗോപാലട്ടൻ കിട്ടുന്നതെല്ലാം കുടിച്ചു കളയും, അറിയാലോ. സ്കൂള് തുറന്നു, കുട്ടികൾക്ക് പുസ്തകവും മറ്റും വാങ്ങാനുള്ളതാ. ശമ്പളത്തിൽ നിന്ന് പിടിക്കരുത്. ശമ്പളത്തിൽ നിന്ന് പിടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ പിന്നെ ഇറച്ചി മീനൊന്നും വേണ്ടാന്ന് ബാലൻ സാർ പറഞ്ഞിട്ടുണ്ട്. മേശപ്പുറത്തുള്ളതെല്ലാം ധൈര്യമായിട്ട് കഴിച്ചോളൂ. പച്ചക്കറി മാത്രമേ കാണൂ. ആ കുറുപ്പേട്ടാ, എന്തോ നമ്മുടെ മേസ്ത്രിയെ വിളിച്ച് ദാ അവിടെ ഒരു തുളസിത്തറ പണിത് കൊടുക്കാൻ പറയണം. ശരി, പിന്നെ സീത ഇവിടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചോളൂ. സമയം പോയി കിട്ടും. അങ്ങനെ ആവട്ടെ. വരട്ടെ. ഇതാണ് പാണ്ഡവൻ പാറ. ഹനുമാൻ മരുത്വാമലയുമായിട്ട് പോകുന്ന സമയത്ത് ഒരു കഷ്ണം മടർന്നു വീണുണ്ടായതാണെന്നാണ് സങ്കല്പം. എങ്ങനെയുണ്ട് ഇവിടം? നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടി അങ്ങോട്ട് മാറി നിന്നാൽ അടിവാരം നന്നായിട്ട് കാണാം. എന്നാ അങ്ങോട്ട് പോയാലോ? നടന്നോളൂ. കുഞ്ഞു നല്ലോണം കവിതയൊക്കെ എഴുതുന്നു കേട്ടല്ലോ. കലാകാരന്മാർക്കും കലാകാരികൾക്കും പറ്റിയ സ്ഥലം ഇത്. യക്ഷികൾക്കും അതെ. ഒരുപാട് പേര് ചാടിച്ചെത്തിട്ടുള്ള സ്ഥലം ഇത്. താൻ എന്താ ഇവിടെ? പണിക്കാർക്ക് ചായ കൊടുക്കാൻ പോയതാ. സുമിത്ര കുഞ്ഞിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ ബാലൻ സാർ ഈ സ്ഥലം വാങ്ങിയത് തന്നെ. ഇവിടെയൊക്കെ വന്നിരുന്ന ആ സുമിത്ര കുഞ്ഞ് എപ്പോഴും ചിത്രം വരയ്ക്കാറുള്ളത്. കുറുപ്പേട്ട, എന്തോ? ആ ചേച്ചിയുടെ ഒരു ഫോട്ടോ പോലും വീട്ടിൽ കണ്ടില്ലല്ലോ. കാണില്ല, ഒരു ഫോട്ടോ പോലും കാണില്ല. ബാലൻ സാറിന് ഫോട്ടോ പോയിട്ട് ഇപ്പൊ ആ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. ആദ്യമൊക്കെ അവര് തമ്മിൽ വലിയ സ്നേഹമായിരുന്നു അത്രേ. പക്ഷെ എന്താണെന്ന് അറിയില്ല. പിന്നെ പിന്നെ സുമിത്ര കുഞ്ഞിന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. ഏതു നേരം വഴക്കും വക്കാണോ. എനിക്ക് സത്യത്തിൽ ഇതൊന്നും ഇഷ്ടമല്ല. കുട്ടിയെ പോലെ നല്ല അടക്കവും ഒതുക്കവും ഉള്ള പ്രകൃത ഞങ്ങൾക്കിഷ്ടം. ബാലൻ സാറിനും അങ്ങനെ തന്നെയാന്നാ എന്റെ തോന്നല്. തോന്നലല്ല, അതങ്ങനെ തന്നെയാ. അതുകൊണ്ടല്ലേ ഈ മുഖത്ത് ചായം തേക്കാനാണെന്നും പറഞ്ഞ് സുമിത്ര കൊച്ചമ്മ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് പോകുന്നതിനെ ബാലൻ സാർ എതിർത്തത്. എന്നിട്ട് എന്തായി അവസാനം? അങ്ങനൊരു പോക്ക് എറണാകുളത്തേക്ക് പോയതാ. ട്രെയിനിൽ നിന്ന് വീണ്. മതി മതി, വരാനുള്ളത് വഴി തങ്ങില്ല, അത്ര തന്നെ. നടന്നാട്ടെ. എന്താണോ അമ്മാ கடவுளே. லட்சுமி பாரு, நம்ம சுமித்ராம மாதிரி இருக்கு. അതോടെ നല്ല ഇറക്ക. ഈ മലദൈവങ്ങളായി ഇവിടുത്തെ എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. സുമിത്ര കുഞ്ഞുണ്ടായിരുന്നപ്പോൾ എന്നും ഇവിടെ വന്ന് വിളക്ക് വെക്കാറുണ്ടായിരുന്നു. ആ മതി മതി, നേരം വൈകുന്നതിന് മുമ്പ് എസ്റ്റേറ്റിലെ പണിയൊക്കെ ചെയ്തു തീർക്കാൻ നോക്ക്. ഇനി ഇവിടെ നിന്നാലുള്ള മഞ്ഞപ്പൊടി സിന്ദൂരൊക്കെ വാരി തേച്ച് ആകെ കൊലം കിടത്തും. നടന്നോളൂ. ആ, ഇതാണ് സുമിത്ര കുഞ്ഞിന്റെ മുറി. പൂട്ടിയിട്ടാണ് സാധാരണ മീനാക്ഷിയുടെ പതിവ്. ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ സാറ് പറഞ്ഞിട്ടുണ്ട്. വരൂ. ചെല്ലു.
തൊടരുത്. അതൊന്നും ആരും എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആർക്ക്? സുമിത്രയ്ക്ക്. അതിന് സുമിത്ര ഇപ്പോ ജീവിച്ചിരിപ്പില്ലല്ലോ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്റെ സുമിത്ര ജീവിച്ചിരിപ്പില്ലെന്ന്? ട്രെയിനിന്ന് ഒക്കെ കളവാ. എന്റെ സുമിത്ര മരിച്ചിട്ടില്ല. അവളൊരു യാത്ര പോയിരിക്കുക. ഒരു ദിവസം അവൾ തിരിച്ചു വരും. എന്നിട്ട് നിന്നെയൊക്കെ അവളെ അടിച്ച് പുറത്താക്കും. ഞാനിവിടെ വന്നത് മീനാക്ഷിക്കൊട്ടും ഇഷ്ടായില്ല അല്ലേ? പേടിക്കണ്ട, ഇതെല്ലാം മീനാക്ഷിയുടെ അബ്നോർമാലിറ്റീസ് ആണ്. അബ്നോർമലോ? അബ്നോർമൽ എന്നല്ല പറയേണ്ടത്, ഒരുതരം മെന്റൽ ബാലൻസിങ്. ഓർക്കാൻ ഇഷ്ടമില്ലാത്തത് ഓർക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് തന്നെ കണ്ടെത്തുന്ന കൊച്ചു കൊച്ചു കള്ളങ്ങൾ. അവര് സുമിത്രയുടെ ആരാ? മീനാക്ഷിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടത്. വളർന്നത് സുമിത്രയുടെ വീട്ടിൽ. സുമിത്രയായിരുന്നു അവൾക്കെല്ലാം. വേർപിരിക്കാൻ പറ്റാത്ത അപൂർവ ബന്ധം. സുമിത്രയുടെ മരണം മീനാക്ഷിയുടെ മാനസിക നില തന്നെ തെറ്റിച്ചു കളഞ്ഞു. 6 മാസത്തോളം അവൾ മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അവളുടെ സുമിത്ര ഒരു നീണ്ട യാത്രയ്ക്ക് പോയിരിക്കുക, തിരിച്ചു വരും എന്നൊക്കെയാണ് അവളുടെ വിശ്വാസം. സ്വയം സൃഷ്ടിച്ച ഒരു ലോകത്താണ് അവൾ ജീവിക്കുന്നത്. അവിടെ അവളുടെ എല്ലാമായ സുമിത്രയുണ്ട്. സുമിത്ര കഴിഞ്ഞ് ആ ലോകത്ത് മറ്റാർക്കും സ്ഥാനമുള്ളൂ, ഞാനടക്കം. സുമിത്രയെ തൊട്ടാൽ അത് ഞാനാണെങ്കിൽ കൂടി അവളിടയും. എല്ലാം ത്യജിച്ച് സുമിത്രയുടെ കൂടെ വന്നവളാണ് മീനാക്ഷി. ഇന്നവൾക്ക് ആരുമില്ല, സ്വന്തം ജീവിതമില്ല, പോകാനൊരിടവുമില്ല. അതുകൊണ്ടാണ് ഇന്നും അവളിവിടെ കഴിയുന്നത്. മാത്രമല്ല, ഇത്ര സത്യസന്ധതയും കാര്യപ്രാപ്തിയുള്ള മറ്റൊരാളിവിടില്ല. ഈ വീട്ടിലൊരു മൊട്ടുസൂചി അനങ്ങിയാൽ മീനാക്ഷി അറിയും. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം, ക്രമേണ എല്ലാം ശരിയാവും. ഒന്നും എഴുതിയിട്ട് ശരിയാവുന്നില്ല. എഴുതിയാൽ തന്നെ അർത്ഥം മനസ്സിലാവുന്നുമില്ല. മനസ്സ് മറ്റെങ്ങോ പോകുന്നു. മീനാക്ഷിയുടെ വാക്കുകൾ എപ്പോഴും കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മീനാക്ഷി പറയുന്നത് പോലെ തിരിച്ചു വന്നാൽ. എന്റെ സുമിത്രേ, എനിക്ക് മതിയായി. അതെ അതെ, പതിവ് പല്ലവി തന്നെയാ. എന്റെ കണ്ണ് തെറ്റിയ ഒക്കെ കാട്ടിക്കൂട്ടോ അവിടെ ഓരോന്നുകൾ. എത്രയാന്ന് വെച്ചാ പറയാ. എന്താ? അതെ, നീ തന്നെ പറയണം. ഒക്കെ എന്റെ കുറ്റാ. ഒന്നും അറിയണ്ടല്ലോ, ഇങ്ങനെ ചിത്രം വരച്ചോണ്ട് അവിടെ ഇരുന്നോ. ആ, ഒക്കേത്തിന് ഞാനിടുന്നുള്ള ധൈര്യം തന്നെയാ. ആരോട് പറയാൻ? അറിഞ്ഞില്ലേ ഇവിടുത്തെ വിശേഷങ്ങള്? എന്താന്നോ, ബാലൻ സാറ് ഒരുത്തിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തിനാണാവോ? ചുന്നരി കണ്ടാലും മതി, ആശ്രീകരം. അതെ, അതെന്നെ വേണ്ടത്. ചൂലെടുത്ത് വീക്കണം. ഹലോ. ഇല്ല, ഒരു മീറ്റിങ്ങിന് പോയിരിക്ക. സാറിന്റെ പേരെന്താ? സുമിത്ര. സുമിത്രയോ? സുമിത്ര വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. കുറുപ്പേട്ടനൊരു കാര്യം ചെയ്യും. ഡോക്ടർ ഗോപി സ്ഥലത്തുണ്ടോന്നൊന്ന് വിളിച്ചു ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ആയിക്കോട്ടെ.
എന്താ ഒരു വല്ലായ്മ? ഒരാളിങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു. ആര്? ഒരാണിന്റെ സ്വരായിരുന്നു. പക്ഷേ പേര് സുമിത്ര എന്നാ പറഞ്ഞത്. എന്താ ബാലേട്ട, എന്താ പറ്റിയേ? ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും പറയൂ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. സുമിത്രയുടെ പേരും പറഞ്ഞ് വിളിച്ചയാളെ എനിക്കറിയാം. പഴയ കഥകളൊക്കെ ഓർക്കുമ്പോൾ സമനില തെറ്റുന്നു. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. എൻ്റെ വീടും അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ സീത ശ്രമിക്കണം. ഞാൻ ശ്രമിക്കുന്നുണ്ട് ബാലേട്ട, പക്ഷെ പറ്റുന്നില്ല. മീനാക്ഷിയെ ഭരിക്കാൻ, ആ വീട് ഭരിക്കാൻ എനിക്ക് കഴിയില്ല. സുമിത്രയെ പോലാവാൻ എനിക്ക് കഴിയില്ല ബാലേട്ട. സുമിത്രയെ പോലെ ആയിരുന്നെങ്കിൽ നീ എൻ്റെ ഭാര്യയാവില്ലായിരുന്നു. അയ്യേ, കുഞ്ഞെ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അതല്ല കുറുപ്പേട്ട, ബാലേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. അത് പിന്നെ സുമിത്ര കുഞ്ഞ് മരിച്ച പിന്നെ ബാലൻ സാറിന്റെ സ്വഭാവം എങ്ങനെയാ? എന്തൊക്കെയോ മനസ്സിൽ വെച്ച് നടക്കുക. പാവമാ, നല്ല സ്നേഹമുണ്ട്. പക്ഷെ ഒന്നും പുറത്ത് കാണിക്കില്ല എന്ന് മാത്രം. ആ, ഇനി കുഞ്ഞ് വേണം എല്ലാം നേരെയാക്കി കൊണ്ടുവരാൻ. മദ്രാസിലെത്തിയിട്ട് വിളിക്കാം. ബാലേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ബംഗ്ലാവ് എസ്റ്റേറ്റ് ഒന്നും വേണ്ട ബാലേട്ട. എന്റെ നാട്ടില് ഒരു കൊച്ചു വീട് മതി. അവിടെ ബാലേട്ടനും ഞാനും മാത്രം. വേലക്കാരില്ല, വില പിടിച്ച സാധനങ്ങളൊന്നുമില്ല. ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കും, ഞാൻ തന്നെ വീട് വൃത്തിയാക്കും. ബാലേട്ടന്റെ തുണികളൊക്കെ ഞാൻ തന്നെ കഴുകും. എനിക്ക് ബാലേട്ടനും ഞാനും മാത്രം. എന്താ കുഞ്ഞേ, കവിത എഴുതോ മറ്റോ ആണോ? എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു, അത്ര തന്നെ. ആ, ഗോപാലൻ മാർക്കറ്റിലേക്ക് പോകണ്ടേ? കുഞ്ഞിന് കർപ്പൂരോ ചന്ദനത്തിരിയോ മറ്റോ വേണമെന്ന് ചോദിച്ചു. എല്ലാം ഉണ്ട് കുറുപ്പേട്ട, ഇപ്പൊ ഒന്നും വേണ്ട. ആ, എന്നാ പിന്നെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. കവിത എഴുത്ത് നടക്കട്ടെ. കുറുപ്പേട്ട. എന്താ കുഞ്ഞേ? അല്ല, ഒന്നുമില്ല. എന്താണെങ്കിലും പറഞ്ഞോളൂ. അത്രയ്ക്കൊന്നുമില്ല. എന്നാലും എനിക്കെന്തോ ഒരു പേടി പോലെ. പേടിയോ? അതെ കുറുപ്പേട്ട, എന്താന്നറിയില്ല. ഇവിടെ വന്നേ പിന്നെ ഒന്നിനൊരു ഉത്സാഹമില്ല. മനസ്സും ശരീരവും എല്ലാം തളരുന്നത് പോലെ, എന്തോ ആപത്ത് വരാനിരിക്കുന്നത് പോലെ. അത് പിന്നെ ഈ എസ്റ്റേറ്റിലെ കാലാവസ്ഥയൊന്നും കുഞ്ഞിന് പരിചയമില്ലാത്തോണ്ടാവും. മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ മുറി തന്നെ കുത്തിയിരുന്നാൽ ഒരു ഉത്സാഹവും തോന്നില്ല. കുഞ്ഞ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കൂ, എല്ലാം ശരിയാവും.
ഹലോ, ബാലേട്ടനാണോ? എത്ര നേരായി കാത്തിരിക്കുന്നു. മീറ്റിംഗ് ഇപ്പോഴാ കഴിഞ്ഞത്, അതാ വിളിക്കാൻ വൈകിയത്. ബാലേട്ടൻ എപ്പോഴാ മടങ്ങുക? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. അപ്പോ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? എന്നാ ഇനി സമയം കളയണ്ട. ബാലേട്ടൻ കിടന്നോളൂ. കുറുപ്പിയേട്ടനോട് എയർപോർട്ടിൽ കാർ അയക്കാൻ പറയണം. പറയാം. ഗുഡ് നൈറ്റ്. എന്നാലും ആ കുട്ടിക്ക് നല്ല ധൈര്യ സാറേ. കറണ്ട് പോയത് മേശപ്പുറത്തേക്ക് കയറിയുന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായേനെ. എന്തായാലും പാമ്പ് ജനൽ വഴി തന്നെ ആയിരിക്കണം അകത്തേക്ക് കയറിയത്. ഒന്നും സംഭവിച്ചില്ലല്ലോ, ഈശ്വരൻ രക്ഷിച്ചു. പാമ്പ് ജനാല വഴി വന്നത് തന്നെ. കുറുപ്പിയേട്ടനോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ പണിക്കാരെ നിർത്തി ആ വള്ളിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണമെന്ന്. അത് പണിക്കാരോട് ഞാൻ ഇനിയിപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ചാ ഒന്ന് ചെയ്യൂ. വാതില് പുറത്തു നിന്ന് കുറ്റിയിട്ടിരുന്നു എന്നാണല്ലോ സീത പറഞ്ഞത്. ഏയ്, നിലവിളിയായിട്ട് വാതിൽ തുറന്നത് കുറുപ്പേട്ടനല്ലേ? അകത്തിട്ട കുറ്റി മുഴുവനായിട്ടും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വാതിൽ തുറക്കാൻ പറ്റാ? ഇങ്ങനെയുണ്ട് ഒരു വെപ്രാളം. ഞാൻ ചായ എടുക്കാം. എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ അല്ലേ, ഇഴജന്തുക്കളൊക്കെ ഇവിടെ പതിവാ, പേടിക്കാനൊന്നുമില്ല. സീത പേരുപോലെ തന്നെ ആളും രാവണൻ തട്ടിക്കൊണ്ടുവന്ന അതേ സീത. ഓ, തട്ടിക്കൊണ്ടുവന്നല്ലോ, കെട്ടിക്കൊണ്ടുവന്നതല്ലേ. പേടിക്കണ്ട, നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മള് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സുമിത്ര, യഥാർത്ഥ പേര് കുമാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞാൻ ഇനിയും വരുമെന്ന് പറയിക്കും. എണ്ണി എണ്ണി പറയിക്കും. ആരൊക്കെ വെറുതെ വിട്ടാലും ഈ കുമാർ വെറുതെ വിടില്ല അവനെ. അവനാണ് എന്റെ സുമിത്രയെ കൊന്നത്. പണിക്കാരെന്നും പറഞ്ഞു നിൽക്കുന്നു. ഒന്നിനെ ഇവിടെ ആവശ്യമില്ല. ഇറങ്ങിക്കോണം, എല്ലാം ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണം.
ഗേറ്റിന് കാവലൊരുത്തൻ, വീടിന് കാവല് വേറൊരുത്തൻ, പിന്നെ പുറം പണിക്കോ അകം പണിക്കോ എന്നൊക്കെ പറഞ്ഞ് ചവർ പോലെ കുറയണം വേറെ. എന്ത് കാര്യത്തിന്? കണ്ടവനൊക്കെ കേറി വന്ന് ചീത്തയും വിളിച്ചു പോന്നു. ഒരാളും അവൻ വന്നത് കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇനി അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കുഞ്ഞിവിടെ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ ഓരോ പ്രശ്നങ്ങൾ. സാർ ചെന്ന് ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ നോക്കൂ. ചെല്ലു. കുമാർ നമ്മളെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായതൊക്കെ. പക്ഷെ ഇനി സീതയെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം അവൻ ഇനിയും വരാം, ശല്യപ്പെടുത്താം. സുമിത്രയുടെ മുറച്ചെറുക്കനായിരുന്നു കുമാർ. അവളുടെ വീട്ടുകാർ അവൾക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്നത് കുമാറിനെയാണ്. ദൈവം നിശ്ചയിച്ചത് എന്നെ. സത്യം പറഞ്ഞാൽ ഒരു പാവം ചക്കന്റെ മരണമാണ് ഞാനും സുമിത്രയും തമ്മിൽ അടുക്കാനുണ്ടായ കാരണം. ഒരിക്കലും ഒരു വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തോടെ കൊച്ചിൻ നേവൽ ബേസിലുണ്ടായിരുന്ന കാലം ഓഫീസേഴ്സ് ക്ലബിൽ ആരോ നടത്തിയ കോക്ടെയിൽ പാർട്ടിയിൽ വൈസ് അഡ്മിറൽ വർമ്മയോടൊപ്പം മകൾ സുമിത്രയും ഉണ്ടായിരുന്നു, കൂടെ കുമാർ. മദ്യത്തിന്റെ ലഹരി മൂത്തതുകൊണ്ടാവാം ഞങ്ങളുടെ ക്യാമ്പിൽ സെയിലറായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വൈസ് അഡ്മിറലിന്റെ മകളാണെന്ന കാര്യം ഓർക്കാതെ സുമിത്രയോട് അപമര്യാദയായി പെരുമാറി. പിറ്റേ ദിവസം വർമ്മ ആ ചെറുപ്പക്കാരന് പണിഷ്മെന്റ് വിധിച്ചു. പരേഡ് ഗ്രൗണ്ടിന് ചുറ്റും 15 റൗണ്ട് ഓടണം. പണിഷ്മെന്റ് നടപ്പിലാക്കേണ്ട ചുമതല ഏൽപ്പിച്ചത് എന്നെ. 10 റൗണ്ട് ഓടിക്കഴിഞ്ഞപ്പോ പയ്യൻ നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. അന്ന് ശേഖറും ക്യാമ്പിലുണ്ടായിരുന്നു, എന്റെ ബ്രദറിനുള്ള. ശേഖറായിരുന്നു സീനിയർ ഡോക്ടർ. ഞാൻ ശേഖറിനോട് യാഥാർത്ഥ്യം അന്വേഷിച്ചു. പ്രോബ്ലം. ഒരു സെയിലറായിട്ട് തുടരാൻ ഇനി അവന് പറ്റില്ല ബാല. റിപ്പോർട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞല്ലോ. സർ, പണിഷ്മെന്റ് ഉടനെ നിർത്തിവെക്കണം. അജയൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഹീസ് വീക്ക്. എത്ര റൗണ്ട് ഓടി കഴിഞ്ഞു? 10 റൗണ്ട് സർ. എന്നൊരു 10 റൗണ്ട് കൂടി ഓടട്ടെ. സർ പ്ലീസ്. ഇറ്റ്സ് ആൻ ഓർഡർ. നൗ ഗെറ്റ് ഗോയിങ്. അന്ന് അതൊരു വലിയ പത്രവാർത്തയായിരുന്നു. ഞാൻ സുമിത്രയുടെ കാമുകനാണെന്നും അസൂയ മൂലം പണിഷ്മെന്റ് കൊടുത്ത് അജയനെ കൊല്ലുകയായിരുന്നു എന്നുമായിരുന്നു ആരോപണം. സുപ്പീരിയർ ഓഫീസേഴ്സിന് യാഥാർത്ഥ്യം അറിയാമായിരുന്നതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും എനിക്കുണ്ടായില്ല. ആ പാവം പയ്യന് മരണം വാങ്ങിക്കൊടുത്ത സുമിത്രയുടെ മുഖത്ത് നോക്കി 2 വാക്ക് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുകയും ചെയ്തു. പക്ഷേ വർമ്മയെ കൊണ്ടത് ചെയ്യിച്ചത് സുമിത്രയായിരുന്നില്ല, പിന്നെ കുമാർ. എന്തിന്? അവൻ കെട്ടാനിരുന്ന പെണ്ണായിരുന്നല്ലോ. കാര്യം മനസ്സിലാക്കിയപ്പോൾ സുമിത്ര കുമാറിനെ വെറുത്തു, സ്വന്തം അച്ഛനെ. പിന്നീട് ഞാനും സുമിത്രയും തമ്മിൽ എങ്ങനെയാണ് അടുത്തത് അറിയില്ല. എങ്ങനെയോ അടുത്തു. അതവസാനം ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിൽ കൊണ്ടെത്തിച്ചു. കുമാറുമായിട്ടുള്ള വിവാഹത്തലേന്ന് സുമിത്ര എൻ്റെ അടുത്ത് എത്തിച്ചത് മീനാക്ഷിയാണ്. മീനാക്ഷി ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഞങ്ങളുടെ വിവാഹം നടക്കില്ലായിരുന്നു. ഞങ്ങളുടെ കല്യാണശേഷവും വർമ്മയും കുമാറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ജോലി ഉപേക്ഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അന്ന് ഈ കാണുന്ന പ്ലാന്റേഷൻസൊക്കെ കാടും കളയും കയറി നശിച്ചു കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചവിട്ടാത്ത 1 ഇഞ്ച് ഭൂമി പോലും ഇവിടില്ല. ഈ മലകൾക്കും മരങ്ങൾക്കും മഞ്ഞിനും വരെ സുമിത്രയെ അറിയാം. ഒരു സ്വപ്നം പോലെ സുന്ദരമായിരുന്നു ജീവിതം. പക്ഷേ അധികം കഴിഞ്ഞില്ല, എല്ലാം ഒരു ദുസ്വപ്നമായി മാറുകയായിരുന്നു. മുടിയിഴ മുതൽ കാൽനഖം വരെ സുന്ദരം. സൗന്ദര്യമെന്ന് പറഞ്ഞാൽ അത് അവളായിരുന്നു. ആ സൗന്ദര്യം അവൾ അതുപോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായി ബ്യൂട്ടീഷ്യനെ കാണും. അതിനായിട്ട് മാത്രം ഇവിടെ നിന്ന് എറണാകുളം ടൗൺ വരെ പോകും. പക്ഷേ കാലക്രമേണ സുമിത്രയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. എന്നിൽ നിന്നും അവൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ എറണാകുളത്തേക്ക് പോയവൾ തിരിച്ചെത്തിയില്ല. 5 ദിവസം കഴിഞ്ഞ ബോഡി കിട്ടിയത് പുഴയിൽ നിന്ന്, ടോട്ടലി ഡീകമ്പോസ്ഡ്. ട്രെയിനിൽ നിന്ന് വീണതാവാം എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. രണ്ടു പേര് മാത്രം അതൊന്നും വിശ്വസിച്ചില്ല. സുമിത്ര മരിച്ചെന്ന് പോലും വിശ്വസിക്കാത്ത മീനാക്ഷിയും മരിച്ചതല്ല കൊന്നതാണെന്ന് വിശ്വസിക്കുന്ന കുമാറും. അവൻ ഇടയ്ക്കിടെ ഫോൺ ചെയ്യുമ്പോൾ എന്റെ സമനില തെറ്റുന്ന അതുകൊണ്ടാണ്.
നീയായിരുന്നോ? ശേഖരം വരുന്നുണ്ടോ? ഞാൻ കുറുപ്പേട്ടനെ എയർപോർട്ടിലേക്ക് അയക്കാം. ഓക്കെ. ഭാമ വരുന്നു നാളെ. ചിക്കൻ ഫ്രൈ വിളമ്പുമ്പോ ചെറുനാരം കൂടി മുറിച്ചു വെക്കണം. ഗോപാലിനോട് നാളെ ടൗണിൽ പോയി കരിമീൻ കിട്ടുമെന്ന് അന്വേഷിക്കാൻ പറയണം. ശേഖരൻ സാറിനത് വലിയ ഇഷ്ടാ. ബാമയടത്തേക്കാണെങ്കിൽ പാവയ്ക്കാത്തോരനും ചീരക്കൂട്ടാനുമാണ് ഇഷ്ടം. നീ കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയോ? ഇല്ല. ദാ ഇത് വെച്ചോളൂ. എന്താ ഇത്? എന്തിനാ ഇത്രയധികം രൂപ? എന്റെ ശമ്പളത്തിൽ നിന്ന് 200 രൂപയല്ലേ പിടിച്ചിട്ടുള്ളൂ. എനിക്ക് ശമ്പളം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. വെറുതെ ബാങ്കിലിടുക. കുഞ്ഞുങ്ങൾക്ക് പുസ്തകവും കുറച്ച് നല്ല ഉടുപ്പുകളും വാങ്ങിക്കൊടുക്കുക. എന്തുപറ്റി? ഞാൻ അല്പം ശുദ്ധമായി ശ്വസിക്കുമല്ലായിരുന്നോടി. ഫ്രഷ് എയർ. അത്രേ ഉള്ളോ? അളിയോ എവിടെ? പിള്ളേരെ കൊണ്ടുവന്നില്ലേ? അവർക്ക് പരീക്ഷയല്ലേ ഏട്ടാ. ഓ അങ്ങനെയൊക്കെ ഉണ്ട്. കല്യാണത്തിന് കണ്ടതാ, ഓർമ്മയുണ്ടോ? സ്ഥാനം കൊണ്ടിന്റെ ഏട്ടത്തിയാ. ഞാൻ ഈ കുട്ടി എന്താ വിളിക്കാ? നീ ഒന്നും വിളിച്ചില്ലേലും കുഴപ്പമില്ല. ഒന്ന് മാറുന്നേ, നീ മാറുന്നേ, ഞാനൊന്ന് കാണട്ടെ. ആ കയ്യൊന്ന് താത്തിട്ടെ. ഒരു 60% മാർക്ക് ഇപ്പോഴേ തന്നിരിക്കുന്നു. ബാക്കി പിന്നെ പറയാം. അല്ല, നമ്മുടെ ആളെവിടെ? ഓൾ ഇൻ ഓൾ മീനാക്ഷി. മീന, മീനു. ഇതാണ് മീനാക്ഷി. ഇവളുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാ. അതൊക്കെ ശരി തന്നെയാ. നിങ്ങളുടെ ഈ തീറ്റ് കണ്ട നമ്മൾ വല്ല അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് വന്നാന്ന് വിചാരിക്കുമല്ലോ. പിന്നെ നമ്മളെ രണ്ടുപേരും കണ്ടാ അങ്ങനെ തോന്നും. എന്ത് വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. നീ എന്താ എവനോടൊന്നും കൊടുക്കില്ല? പിന്നെ ചിക്കൻ കോർണറിൽ നിന്ന് വരുന്ന ചിക്കൻ ഫ്രൈ പൊതി അഴിച്ചു തരും. ബാക്കി വന്നാൽ അത് തന്നെ പിറ്റേ ദിവസം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയും തരും. അതെ ഏട്ടാ, ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിലേ കള്ളു തൊണ്ടേന്ന് ഇറങ്ങും. അത് ഡെയിലി വേണമെങ്കിലേ പുറത്തുനിന്ന് വാങ്ങിയേ പറ്റൂ. അങ്ങനെയൊന്നുമില്ല, വെറുതെ വല്ലപ്പോഴും ഒക്കെ. ചിക്കൻ കറി ഉണ്ട്, എടുക്കട്ടെ? അയ്യോ, അതിനെന്തിനാ മോള് ചോദിക്കാൻ നിക്കണേ? പോയി എടുത്തോണ്ട് വാ മോളെ, ചെല്ല്. നീ എന്താ നോക്കി നിക്കണേ? ചെല്ല്, നല്ല പീസുകൾ നോക്കി എടുത്തോണ്ട് വാ, ചെല്ല്. ഞാനൊരു സത്യം പറയട്ടെ, മുമ്പേ ഞാൻ 60% പറഞ്ഞേ. 40 കൂട്ടി 100 ആക്കിക്കൂ. നിന്റെ സെലക്ഷൻ ഉണ്ടല്ലോ, അടിപൊളി. പാവം അമ്പലവാസി കുട്ടിയെ. പണ്ട് ചിക്കന്റെ മണം കേട്ടാ ഛർദിക്കുമായിരുന്നു. ഇപ്പൊ കഴിക്കുന്നില്ലെങ്കിലും ഞാൻ കഴിക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല. ഭാഗ്യവാൻ. ചിക്കൻ കോർണർ തന്നെ ചരണം. പിന്നെ നമ്മുടെ വട്ടുകേസ് എങ്ങനെയുണ്ട് മീനാക്ഷി? സത്യം പറഞ്ഞ എനിക്ക് അവരെ പേടിയാ. ഏയ് നോനോ, വിട്ടുകൊടുക്കരുത്. ആള് തലേ കയറുന്ന ജാതിയാ. എങ്ങനെയുണ്ട് മീനു പുതിയ കൊച്ചമ്മ? സുമിത്രയെ പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് തോന്നണില്ല. സുമിത്രയെ കൊച്ചാക്കിയ മീനാക്ഷി വിടില്ലെന്നറിയില്ലേ? സ്ട്രേഞ്ച് ക്യാരക്ടർ. എന്തായാലും സീതേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ബാലേട്ടനിപ്പോ എന്തൊരു മാറ്റാ. സുമിത്ര മരിച്ചതിന് ശേഷം ചേട്ടൻ വളരെ ഗ്ലൂമി ആയിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ പോലും 1 or 2 വാക്ക്. സത്യം പറഞ്ഞാ ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നില്ലായിരുന്നു. നിന്നോടിനി ഉള്ളത് പറയാലോ. സുമിത്രയുടെ സ്വഭാവം അത്ര നന്നായിരുന്നില്ല. അവസാനമായപ്പോ രണ്ടുപേരും കൂടി ഏത് നേരവും വഴക്കായിരുന്നു. ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ഇപ്പൊ ഏട്ടന്റെ മൊത്തം എന്തൊരു സന്തോഷ. ക്രെഡിറ്റ് ഗോസ് ടു യു. ഇറ്റ്സ് വണ്ടർഫുൾ. കൂൾ, കാം, പ്യുവർ ആൻഡ് പ്യൂറസ്റ്റ്. പ്രകൃതി മനോഹരിയായിരിക്കുന്നു. അളിയാ, നീ ഭാഗ്യവാനാണ്. അതൊക്കെ ഇരിക്കട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? ഒരു കാര്യവും ഇല്ലാണ്ട് നീ വരില്ലെന്നറിയാം. കാര്യമുണ്ട്. ഞാൻ ബ്രിഗേഡ് റോഡിലെ ആ സ്ഥലം അങ്ങ് വിറ്റു. നല്ല വില കിട്ടിയെന്ന് വെച്ചോളൂ. ഓ, അപ്പോഴാണ് ഒരാഗ്രഹം, ഇവിടെ ഒരു കൊച്ചു വീട് വെച്ചെങ്കിലോ എന്ന്. അത് ബാലൻ സാർ എത്ര കാലം കൊണ്ട് പറയുന്നത്? ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയോ? അതിനിത്തിരി സ്ഥലം തരണ്ടേ? പോടാ, നിനക്ക് എവിടെ സ്ഥലം വേണം? ഈ വീട് ഇരിക്കുന്നിടത്ത് വേണോ? അതൊന്നും വേണ്ട. ഇവിടെ ഏതെങ്കിലും ഒരു ചെരുവില് കാറ്റും മഞ്ഞും ഒക്കെ വീടിനകത്തോടെ അങ്ങ് കയറിപ്പോണം. എന്നിട്ട് നമുക്ക് ആ ബാൽക്കണിയിൽ സന്ധ്യ ആവുമ്പോ ഇങ്ങനെ 2 എണ്ണം അങ്ങ് അടിച്ചോണ്ടിരിക്കണം.
സ്ഥലത്തിന്റെ കിടപ്പ് കണ്ടിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും എക്സ്പെൻസ് കൂടാനാണ് സാധ്യത. ആ പഴയ കിണർ ക്ലീൻ ചെയ്യാൻ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. കിണർ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇവിടുന്ന് ഒരു ഓസ് ഇട്ടാത്തിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശേഖർ, ഒന്ന് വന്നേ. എന്താ ബാലേട്ടാ, എന്താ പറ്റി? നാശം. എന്താ? ഒന്നുമില്ല. കിട്ടിയോ? ആ, ഞങ്ങൾ വരാൻ വൈകും. വണ്ടി എടുക്കലാ വേം. ബാലൻ സാറല്ലേ? ഇല്ല, എവിടെ പോയി? ഇന്നലെ പോയതാ. എവിടേക്കാണെന്ന് അറിയില്ല. വരുമ്പോ പറഞ്ഞേക്ക് CI സാർ അന്വേഷിച്ചെന്ന്. ഹലോ, ഇല്ല. ആരാ ചേച്ചി? അഡ്വക്കേറ്റ് മേനോനാ. ബാലേട്ടനെ അന്വേഷിച്ചു. എന്തിനാണാവോ? പമ്പയ്ക്കോ? ബാലേട്ടൻ എവിടെ? വരൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. എങ്കിലും നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അന്ന് ഞാനും ബാലനും കൂടെ ധൃതി പിടിച്ചു പോയില്ലേ? അത് നമ്മൾ വീട് പണിയുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടുത്തെ കിണർ വറ്റിച്ചപ്പോ ഒരു അസ്ഥികൂടം കിട്ടി. പ്രാഥമിക പരിശോധനയിൽ അതൊരു സ്ത്രീയുടേതാണെന്ന് തെളിഞ്ഞു. പിന്നെ പോലീസിന്റെ ഫോർമാലിറ്റീസ്, ഫോറൻസിക് ലാബിന്റെ നൂലാമാലകൾ. ഫൈനൽ റിപ്പോർട്ടിൽ ഒരു സംശയമില്ലാതെ സത്യം തെളിഞ്ഞു. കിണറ്റിൽ നിന്ന് കിട്ടിയ അസ്ഥി സുമിത്രയുടേതാണ്. ഗുഡ് മോർണിംഗ് സർ.
എന്റെ പടച്ചോനെ, ഇത് എന്താ ബംഗ്ലാവ്? സിനിമ പോലും കണ്ടിട്ടില്ല. വണ്ടർഫുൾ. എന്തേ വിലക്കെടുക്കാൻ പ്ലാൻ ഉണ്ടോ? സാർ എനിക്കിട്ടൊന്ന് വെച്ചു. നിങ്ങൾ ആരാ? വന്ന കാര്യം പറ. അത് പറയാൻ മറന്നു. എങ്ങനെ മറക്കാതിരിക്കും സാറേ? ഈ ബംഗ്ലാവും ഗാർഡനും എസ്റ്റേറ്റും. സത്യം പറഞ്ഞ ആ ഗേറ്റിൽ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചെത്താൻ 1.5 മണിക്കൂർ എടുത്തു. ഈ വണ്ടിയിൽ 1.5 മണിക്കൂർ കൊണ്ടെങ്കിലും ഇവിടെ എത്തിയല്ലോ. പിന്നെയും വെച്ചു. മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? സോറി സാർ, ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് കുട്ടിന്നാ, മുഹമ്മദ് കുട്ടി. ബ്രോക്കർ ആയിരിക്കും. അല്ല, ഇൻസ്പെക്ടറാ. നമ്മുടെ ആ സുമിത്ര കൊലക്കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഒരു പാവം സർക്കിൾ ഇൻസ്പെക്ടറാ. ഞാനിവിടെ ആദ്യമായിട്ടാണ് സാർ. ഇപ്പൊ ചാർജ് എടുത്തതേ ഉള്ളൂ. അന്വേഷണ ചുമതല ഏറ്റെടുത്ത സ്ഥിതിക്ക് സുമിത്രയുടെ ഹസ്ബൻഡായ സാറിന് വന്നൊന്ന് കാണണമല്ലോ, അതുകൊണ്ട് വന്നതാ. സോറി, ഞാൻ ബാലേന്ദ്രനല്ല, ശേഖർ. അവന്റെ അളിയനാ. ബാലനകത്തുണ്ട്, ഞാൻ വിളിക്കാം. ഓ, ആ ദേ വന്നല്ലോ. ബാലൻ സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് കുട്ടി. നമുക്ക് അകത്തോട്ടിരിക്കാം. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അല്ലെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ട് നിൽക്കാം, പ്ലീസ്. ഓ, കാലക്കം ബംഗ്ലാവ് തന്നെ. ഞാനിപ്പോ വന്നത് സാറിന് ബുദ്ധിമുട്ടായോ? ഇല്ല. ആ, ഈ പേരും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനിയും വരും. അപ്പോഴും ബുദ്ധിമുട്ട് തോന്നരുത് എന്ന് കരുതി പേടിക്കാനുമില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ വലിയ കേസുകൾ ഇവിടെ നടന്നിരിക്കുന്നു. അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയില്ലേ? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ സാറേ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇതൊരു വയറ്റിപ്പഴപ്പാ. ഇപ്പൊ ഈ കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥി സുമിത്രയുടേതാണെന്ന വസ്തുത സാറ് നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. ആ, ഞാൻ ആ FIR-ൽ വായിച്ചതാണ്. സുമിത്ര ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണെന്നും ആ ബോഡി സാർ ഐഡന്റിഫൈ ചെയ്താണെന്നും ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോ അന്ന് സാർ കള്ളം പറഞ്ഞതായിട്ട് വരുമോ? അന്ന് എനിക്ക് തെറ്റുപറ്റിയതാവാം. ശരീരം വല്ലാതെ ഡിഫോംഡ് ആയിരുന്നു. ഒരാഴ്ച വെള്ളത്തിൽ കിടന്നതല്ലേ സാറേ? ആകെ വീർത്ത് മീനും കൊത്തി വികൃതമായിട്ടുണ്ടാവും. സാറിനെന്നല്ല ആർക്കായാലും തെറ്റുപറ്റും. അത് മാത്രമല്ല, അന്നത്തെ എന്റെ ഒരു മാനസികാവസ്ഥ. സ്വന്തം ഭാര്യയല്ലേ സാറേ? ആർക്കാ വിഷമം ഉണ്ടാവത്ത? സാർ ഇരിക്കേ, സാറും ഇരിക്കേ, ഞാനും ഇരിക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ? FIR-ല് സുമിത്ര ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് പോകുമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തിനായിരുന്നു സാറേ? ബ്യൂട്ടീഷ്യനെ കാണാൻ. ബ്യൂട്ടീഷ്യനെ കാണാൻ ഇവിടെ നിന്ന് എറണാകുളത്ത് പോവുകയോ? എന്റെ പടച്ചോനെ, എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല സാർ. അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ? സാറന്മാർക്ക് എന്താല്ലേ പൈസക്ക് പഞ്ഞം? നല്ല മരണസ്ഥലമല്ലേ കയ്യിലിരിക്കുന്നത്. സാർ, ഞാൻ ഒരു ദിവസം എൻ്റെ കെട്ടിയോളെയും മക്കളെയും കൊണ്ടുവന്ന് ഈ സ്ഥലവും ഈ വീടും ഒക്കെ ഒന്ന് കാണിച്ചോട്ടെ? വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ആകെ ഉള്ളത് ഒരു 5 സെന്റ് സ്ഥലവും അതിനകത്തൊരു ചെറിയ വീടുവാ. സാറ് സുമിത്രയെ അവസാനമായിട്ട് കണ്ടതെന്നായിരുന്നു? മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ 15, 14, 13-ാം തീയതി, ആഗസ്റ്റ് 13-ാം തീയതി. ഈ മരണസമയത്ത് സാറ് സ്ഥലത്തുണ്ടായിരുന്നോ? ഇല്ല. 14, 15, 16 എനിക്ക് കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസ്. സാർ, ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം കേട്ടോ. സാറ് എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസിന് പോയത് കൊച്ചിയിൽ, സുമിത്ര ബ്യൂട്ടീഷ്യനെ കാണാൻ പോയത് എറണാകുളത്ത്. ഈ കൊച്ചി എറണാകുളം തമ്മിൽ എന്താ സാർ വ്യത്യാസം? കേട്ടോ സാറേ, സാറ് പോയത് കാറിൽ, സുമിത്ര 2-ാം ദിവസം പോയത് ട്രെയിനിൽ. 2 പേർക്കും പോകേണ്ടത് ഒരു സ്ഥലത്തും. ഓ, എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പോട്ടെ സാറേ, വെറുതെ ആലോചിച്ച് വട്ടുപിടിക്കാന്നല്ലാതെ. ഇയാള് ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി വന്നാ കേട്ടോ. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ സുമിത്ര ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത് നമ്മുടെ SI രാജനല്ലേ? അതെ. എനിക്കറിയായിരുന്നു. പുള്ളി ഇപ്പൊ സസ്പെൻഷനില്ല, മറ്റേ കൈക്കൂലി. സാറിനറിയാമല്ലോ. ഞാൻ പോട്ടെ. ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിട്ട് ഇപ്പൊ അസ്ഥി കൂടം കിണറ്റില്. എന്തെങ്കിലും ആവട്ടെ. ബാല, ഇത് അത് തന്നെ, കൈക്കൂലി. അവള് മരിച്ചല്ലടാ, കൊന്നതാ. അതിന് നീ ഇപ്പൊ എത്ര ചൂടാവുന്ന എന്തിന്? എനിക്ക് വിഷമമുണ്ടായിട്ടാ. എന്ത്? മരിക്കുമ്പോ അവള് ഗർഭിണിയായിരുന്നു. അത് നിനക്ക് എങ്ങനെ അറിയാം? അവളുടെ ഒറ്റ എന്റെ ഒറ്റായിരുന്നോണ്ട് അത് ബാലനും അറിയാം. അതുകൊണ്ട് തന്നെ അവൻ അവളെ കൊന്നതാ. ഇതൊക്കെ സുമിത്ര മരിച്ചപ്പോ നീ എന്താ പോലീസിൽ പറയായിരുന്നത്? പറഞ്ഞു. ആരോട്? അന്നത്തെ SI രായനോട്. എന്നിട്ട് അത് ബാലൻ കാട്ടിട്ട് മൂടി. എടാ, അതിപ്പോ സുമിത്രയുടെ ഗർഭത്തിന് ഉത്തരവാദി നീ തന്നെയാണെന്ന് ഉറപ്പില്ലല്ലോ. ബാലനും ആവാമല്ലോ. എടാ, അവരുടെ ലൈഫ് അത്ര സ്മൂത്ത് അല്ലായിരുന്നു. അവള് തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് കാണുമായിരുന്നു? എവിടെ വെച്ച്? എറണാകുളത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വരുമായിരുന്നു. ഏത് ഗൈനക്കോളജിസ്റ്റ്? എന്തോന്ന്, ഭീമലയോ കമലയോ? 5-6 വർഷം ആയില്ലടവേ. ഒരിക്കലെങ്ങാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളുടെ കൂടെ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നീ ഇവളുടെ കൂടെ അവരുടെ ക്ലിനിക്കിലൊന്നും പോയിട്ടില്ലേ? അതെങ്ങനെയാടാ, ഭർത്താവുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ കയറിച്ചല്ലേ? ആൾക്കാർ കണ്ടാ പറയും. അപ്പൊ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയതാ. ഇവനുണ്ടല്ലോ ഈ ബാലൻ, എന്നോട് പറഞ്ഞെന്താന്നറിയോ? അവള് ബ്യൂട്ടീഷ്യനെ കാണാൻ എറണാകുളത്ത് പോയിരുന്നെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ അവന്റെ ക്യാരക്ടർ. സ്വന്തം ഭാര്യ എങ്ങോട്ട് വന്ന് അറിയാൻ പറ്റാ ഭർത്താവ്. അല്ല, നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാവോ? ഉറക്കും വേണ്ട. ഇയാൾ സ്വന്തം ബന്ധമൊന്നും നോക്കണ്ട. എന്നാ പരാതി 20 അന്വേഷിക്കാമെങ്കിൽ അന്വേഷിക്കും. പിന്നെ അവന്റെ ക്യാഷ് വീഴരുത്. അവന്റെ ക്യാഷിൽ വീഴരുതെന്ന് ചവിട്ടും കിട്ടാൻ പന്നി. അനുഭവം. അനുഭവം. നീ ചായ കുടിക്കും. എനിക്ക് വേണ്ട. എന്താ മുറുക്കാൻ കിടക്കും. അത് തുപ്പടാവേ.
കേസും അന്വേഷണവും ഒക്കെ അത് അതിന്റെ വഴിക്ക് നടക്കും. നീ അതത്ര കാര്യാക്കണ്ട. എന്നാ ഇത് പിടിക്കടാ. ഗുഡ് ഈവനിങ് എവരിബഡി. ഇവിടെ എത്തിയോ? തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, എനിക്കിവിടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല. അല്ല സാറേ, ഇവിടെ ഒരു ഫാമിലി മെമ്പർഷിപ്പ് സംഘടിപ്പിക്കാൻ എന്താ ഒരു മാർഗം? അത് അന്വേഷിക്കാനാണോ താൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, വേറൊരു കാര്യം ചോദിക്കണം. പക്ഷെ അത് ബാലൻ സാറിനോടാ. ചോദിച്ചു. സാറിന്റെ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടു. ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷം മുമ്പല്ലേ? അതെ. ഞാൻ വായിച്ചു. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വലിയ ഉപകാരം. എക്സ്ക്യൂസ് മീ. സോറി സാറ്. സുമിത്ര എറണാകുളത്ത് പോയിരുന്നത് ഒരു ബ്യൂട്ടീഷ്യനെ കാണാനായിരുന്നു എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതെ. പക്ഷെ അങ്ങനെയല്ല, ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സാറേ, പെണ്ണുങ്ങളാ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ഒക്കുകയല്ല. എവിടെ പോകുന്നു സ്വന്തം ഭർത്താവിനോട് പോലും പറയില്ല. അയ്യോ, ഞാൻ മാഡത്തിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ മൂഡ് ഔട്ട് ആക്കി. സോറി, ഐ എം സോറി. ഞാൻ ഇറങ്ങുക, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സാറേ, മെമ്പർഷിപ്പിന്റെ കാര്യം ഒന്ന് റെഡിയാക്കണേ. ആക്കാം. ഓക്കെ. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. അപ്പുറത്ത് ഒരുത്തിരുന്ന് കരയണു. അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ നാശം. അതിനിടെ നിങ്ങളുടെ ഈ ദേഷ്യം കൂടെ ആവുമ്പോ എല്ലാം ആയി. എടി, ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ട എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ പിന്നെ എങ്ങനെയാ ദേഷ്യം വരാതിരിക്കണേ? ഞാനൊരു വഴി പറയട്ടെ? ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എന്നാ പറ. അതെ, നമ്മുടെ MLA തമ്പിച്ചേട്ടനെ ഒന്ന് വിളിച്ചു പറഞ്ഞ ആ CA നിലയ്ക്കിർത്താൻ പറ്റില്ലേ? വേണ്ടതെല്ലാം ഉടനെ ചെയ്യാം. നീക്കങ്ങളെല്ലാം പരമരഹസ്യമായിരിക്കണം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഒട്ടും വൈകരുത്. ഡോൺ വറി മിസ്റ്റർ ബാലൻ. തൽക്കാലം ഇക്കാര്യം മറ്റാരും അറിയരുത്. തന്റെ അനുജത്തിയും അളിയനും അടക്കം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എന്താ, എന്തു പറ്റി? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കാര്യം സീരിയസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അന്ന് ബാലട്ടൻ പറഞ്ഞതല്ലേ ഹോസിട്ട് വെള്ളം എടുത്താൽ മതിയെന്ന്. പിന്നെന്തിനാ കിണർ വൃത്തിയാക്കാൻ പോയത്? എന്തുകൊണ്ടായിരിക്കും ബാലൻ ഹോസിട്ട് വെള്ളം എടുത്താൽ മതി എന്ന് പറഞ്ഞത്? ഞാൻ തന്നെയാണ് അവരുടെ ഫാമിലി ഡോക്ടർ. എന്താവശ്യത്തിനും അവർ എന്നെയാണ് വന്ന് കാണാറ്. നിങ്ങൾ പറയുന്നത് പോലെ സുമിത്ര എറണാകുളത്ത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ടില്ല. സുമിത്രയ്ക്ക് ഗർഭിണിയാകാൻ കഴിയില്ല. അതെന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത്? ബാലൻ ഒരിക്കലും കുട്ടികളുണ്ടാവില്ല. എന്ന് കരുതി സുമിത്രയ്ക്ക് ഗർഭിണിയാവാൻ കഴിയില്ല എന്നില്ലല്ലോ. വാട്ട് യു മീൻ? ഒരു സ്ത്രീ ഗർഭിണിയാവണമെങ്കിൽ സ്വന്തം ഭർത്താവ് തന്നെ വേണമെന്നില്ല ഡോക്ടർ. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സുമിത്ര എന്തിനാണ് എറണാകുളത്തൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരുന്നതെന്ന്. എനിവേ, താങ്ക് യു ഡോക്ടർ നന്ദകുമാർ. താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. സുമിത്ര മരിച്ചെന്ന് തന്നോടാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ട് ഏതോ പുഴയെന്ന് വീണ് കിട്ടിയ പെണ്ണിന്റെ ശവം വലിച്ചെടുത്തോണ്ടോ നിങ്ങൾ പോലീസുകാർ പറഞ്ഞു അത് സുമിത്രയാണെന്ന്. വേറെ നിങ്ങൾക്കൊക്കെ എന്താ തലയ്ക്ക് വട്ടുണ്ടോ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഞാൻ പോലീസാണ്, എന്നെ തല്ലാൻ പാടില്ല. ഇനി മേലെ ഈ വക വർത്താനം പറഞ്ഞു വന്നാലുണ്ടല്ലോ അടിച്ചു കണ്ടിന്യൂ. മീനാക്ഷി, അകത്തു പോകും. ഇതെന്താ ഇങ്ങനെ? എന്തിനാ സാറേ തലയ്ക്ക് സുഖമില്ലാത്ത പെണ്ണിനോട് വെറുതെ? തലയ്ക്ക് സുഖമില്ലല്ലേ? അതാ പാവം. നമ്മുടെയൊക്കെ ഒരു ഗതികേടേ ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം. സാരമില്ല, എനിക്കിനി കുറുപ്പേട്ടനായാലും മതി. കുറുപ്പേട്ടന്റെ തലയ്ക്ക് കുഴപ്പമില്ലല്ലോ. ഇല്ല. കുറുപ്പേട്ടന്റെ ഡ്യൂട്ടി എത്ര മണിക്കാണ് അവസാനിക്കുന്നത്? പണ്ടൊക്കെ 5 മണി വരെ ആയിരുന്നു. ഇപ്പൊ പിന്നെ കിടപ്പ് ഇവിടെ തന്നെയായി. പണ്ടൊക്കെ എന്ന് പറയുമ്പോ അപ്പൊ എന്നാ ഇവിടുത്തെ ജോലി തുടങ്ങിയത്? ഇവിടുത്തെ വേലക്കാരി ദേവകി എന്റെ നാട്ടുകാരിയാണ്. അവളുടെ കല്യാണത്തിന് വന്നപ്പോഴാണ് ബാലൻ സാറിനെ പരിചയപ്പെട്ടതും ഇവിടെ ജോലി കിട്ടിയത്. അത് ശരി. സുമിത്ര കുഞ്ഞ് മരിക്കുന്നതിന് 1 മാസം മുമ്പാണ് ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്. ആ കുട്ടി മരിച്ചേ പിന്നെ ബാലൻ സാറിന് ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലാണ്ടായി. പിന്നെ എല്ലായിടത്തും എന്റെ കണ്ണു വേണമെന്നായി. എന്നു മുതലാണ് താമസം ഇങ്ങോട്ട് മാറ്റിയതെന്ന് ഓർമ്മയില്ല. അല്ല, സുമിത്ര അവസാനമായിട്ട് കണ്ടതെന്നായിരുന്നു? 5 മണിക്ക് ജോലി കഴിഞ്ഞ് പോകുമ്പോ ലോണിൽ ചായ കുടിച്ചിരിക്കുന്നു കണ്ടു. ഇവിടെ? അതെ. ആ കിണർ എന്നായിരുന്നു മൂടിയത്? ഏത് കിണർ? ഈ സുമിത്രയുടെ അസ്ഥി കണ്ടെടുത്ത ആ കിണറുണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. പ്രായമൊക്കെ ആയില്ലേ, അതാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു സർ? ഫൈൻ. ഞാൻ സാറിനെ ഒന്ന് കാണാനാ വന്നത്. ഒരു സർപ്രൈസ് ഉണ്ട്. സാറിന്റെ ആ കാണാതെ പോയ പിസ്റ്റൾ കിട്ടി. ഇതല്ലേ സാർ അത്? അതെ. ഇതിലാകെ 8 ബുള്ളറ്റ് അല്ലേ ഉണ്ടായിരുന്നത്? ഇതിലിപ്പോ 6 എണ്ണേ ഉള്ളൂ. 2 എണ്ണത്തിൽ 1 ബുള്ളറ്റ് എവിടെ പോയിന്ന് ഒരു പിടിയില്ല.
ഒരെണ്ണം സുമിത്രയുടെ തലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ ബാലൻ സർ, ഈ തോക്കിലെ ഒരു ബുള്ളറ്റാണ് സുമിത്രയെ കൊന്നത്. കൊന്നതോ? ആ, സാർ ഒന്നും അറിയാത്ത പോലെ സുമിത്രയുടെ സ്കെലിറ്റൻ കിട്ടിയ അതേ കിണറ്റിൽ നിന്ന് തന്നെയാണ് ഇതും കിട്ടിയത്. ആര് കൊന്നെന്നാ സാറ് പറയുന്നത്? ആരും ആവാം. ഡോക്ടർ നന്ദകുമാർ എന്നോട് പറഞ്ഞത് സാറിന് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. സത്യമല്ലേ? സോ വാട്ട്? നത്തിങ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഈ വിവരം ഇപ്പോഴത്തെ വൈഫിന് അറിയോ? അറിയാം. അറിയണം, അവരല്ലേ ഇപ്പോഴത്തെ വൈഫ്. ആ, വേറൊന്നുമില്ലല്ലോ. സാർ ഇപ്പോ ഓഫീസിലേക്കല്ലേ പോകുന്നത്? അതെ. എന്നാ ജംഗ്ഷനിൽ ഒന്ന് വിടുമോ സാർ? എന്റെ ഫിയറ്റിലെ പെട്രോൾ തീർന്നിട്ട് 3 ദിവസമായി. കേറിക്കോളൂ. സാർ ഇവിടെ കയറിക്കോ, ഞാൻ ഇവിടെ കയറാം. സാർ കയറിക്കോ. കുറുപ്പേട്ട. കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞതുപോലെയായി. അതിങ്ങ് തന്നരുത് സാർ. തോക്കിലാകെ ഉണ്ടായിരുന്ന 8 ബുള്ളറ്റിൽ 6 തോക്കിൽ തന്നെ ഉണ്ടായിരുന്നു. 1 സുമിത്രയുടെ തലയ്ക്കകം. ബാക്കിയൊന്നും എവിടെയാണെന്ന് വെടിവെച്ച ആൾക്ക് മാത്രമല്ലേ അറിയൂ. അതിങ്ങ് താസാറേ. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും കുഴപ്പമാ. ഗോപാല, ഗോപാല, എവിടെ പോയി കിടക്കാടാ നീയൊക്കെ? ഞാനിവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ഇങ്ങോട്ട് ഇങ്ങോട്ട് പോണം. ഇവിടെ ശമ്പളം വാങ്ങിയ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം. പൊന്നന്മാരെ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കും ഞാൻ. എവിടെ പോയി കിടക്കാടാ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല. കള്ളം പറയുന്നു. കൊല്ലുന്നില്ല ഞാൻ. വെള്ളം അടിച്ചേച്ച് കിടന്ന് ഉറങ്ങായിരുന്നോടാ. അയ്യോ സാറേ, ഞാൻ ഉറങ്ങല്ലായിരുന്നു. അയ്യോ, ഉറങ്ങുകയും ചെയ്തിട്ട് കള്ളത്തരം പറഞ്ഞല്ലോ സാറേ. ഞാൻ ഉറങ്ങിയിട്ടില്ല സാറേ. തല്ലല്ലേ സാറേ, എന്നെ തല്ലല്ലേ സാറേ. മിണ്ടരുത്. എന്നെ തല്ലല്ലേ. നീ ഇതെന്ത് ഭാവിച്ച? നിനക്കെന്താ പറ്റിയേ? കുറച്ച് ദിവസമായി ഞാൻ നിന്നെ വാച്ച് ചെയ്യുന്നു. എന്തുദ്ദേശിച്ച ഈ വലിച്ചു കയറ്റണേ? എന്തെങ്കിലും മറയ്ക്കാനാണോ അതോ മറക്കാനാണോ? ബാല, എന്തെങ്കിലും കൈപ്പിഴ നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറ. എന്ത് വില കൊടുത്തും നമുക്കത് നേരിടാം. ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ടാ.
കാര്യം പറഞ്ഞ ബാലേട്ടന് വിഷമം തോന്നും. ബാലേട്ടന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ മദ്യപിക്കുന്നത് കൊണ്ട് എന്ത് നേടാനാ? ആര് വേണമെങ്കിലും എന്ത് വേണേലും പറഞ്ഞോട്ടെ. എനിക്ക് എന്റെ ബാലേട്ടന്റെ വിശ്വാസമാണ്. ഞാനുണ്ട് ബാലേട്ടന്റെ കൂടെ. നമുക്കൊന്നും സംഭവിക്കില്ല. എന്റെ കണ്ണൻ നമുക്കൊരബദ്ധം വരുത്തില്ല. എന്തേ നീ കണ്ണ, എന്തേ നീ കണ്ണ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കണ്ണ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ, കൃഷ്ണ, എന്തേ നീ കൃഷ്ണ, എന്നെ നീ കണ്ടില്ല, എങ്ങോ കഴിയുന്നു പാവമീ ഗോപിക. എന്തേ നീ കണ്ണ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. കർപ്പൂരമായി ഞാനെരിഞ്ഞു തീർന്നോളാം, ഇഷ്ടദൈവത്തിൻ സുഗന്ധമായി തീരാൻ. കർപ്പൂരമായിട്ടെരിഞ്ഞു ഞാൻ തീർന്നോളാം, ഇഷ്ടദൈവത്തിൻ സുഗന്ധമായി തീരാൻ. പുഷ്പമായി മണ്ണിൽ പിറന്ന നിൻ പൂജയ്ക്ക് പൊട്ടിച്ച മന്ദാര പുഷ്പമായി മാറേണം. എന്തേ നീ കണ്ണ, എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. മഞ്ഞത്തുകിലാണെനിക്ക് പുലരിതൻ സ്വർണ്ണത്തകിടും ഈ സന്ധ്യാപ്രകാശവും. മഞ്ഞത്തുകിലാണെനിക്കു പുലരിതൻ സ്വർണ്ണത്തകിടും ഈ സന്ധ്യാപ്രകാശവും. പാടും കുയിലിൻ്റെ പാട്ടിൽ ഞാൻ കേട്ടതും ഓടക്കുഴലിൻ്റെ നാദമാണല്ലോ. പുഷ്പാഞ്ജലിക്കാം ഇരുത്തു ചെത്തിയും ചെമ്പകപ്പൂക്കളും കണ്ണ. പുഷ്പങ്ങളെല്ലാം വിരിയും ഈ ലോകത്തിൻ ഉദ്യാനപാലകൻ നീ എന്നറിയാതെ. എന്തേ നീ കണ്ണ, എന്തേ നീ കണ്ണ, എനിക്കെന്തേ
ശ്രീ കൃഷ്ണ. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എന്തോ നിന്റെ ഉദ്ദേശം? എന്താടാ? പണ്ടെങ്ങാണ്ട് ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് അത് സുമിത്രയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അത് തെറ്റാണേ. ആ. കിണറ്റീന്ന് കിട്ടിയത് ബാലന്റെ തോക്ക് തന്നെ. ആ. ആ തോക്കിൽ കൊണ്ടാ സുമിത്ര മരിച്ചത്. അതെ. ബാലന് കുട്ടികളുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണേ. ഉറപ്പാ. അപ്പൊ പിന്നെ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ ഭർത്താവ് ചിരിച്ചോണ്ടിരിക്കൂ. എടാ, അവൻ തന്നെ കൊന്നത്. പിന്നെന്താ അവനെ അറസ്റ്റ് ചെയ്താ? നീ പറയുന്നൊക്കെ ശരിയാ. തോക്ക് ബാലന്റേത് തന്നെയാണ്. അതിൽ കൊണ്ടാണ് സുമിത്ര മരിച്ചത്. പക്ഷേ ആ തോക്കുകൊണ്ട് വേറെ ആരെങ്കിലും വെടിവെച്ചതായിക്കൂടെ? ഒന്നാമത് 14, 15, 16 തീയതികൾ ബാലൻ സ്ഥലത്തില്ല, കൊച്ചിയിലടാവേ. 15-ാം തീയതിയാണ് സുമിത്ര മരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ എന്ന് പറഞ്ഞാ പിന്നെ ആര്? ആരെയും സംശയിക്കാം. ഉദാഹരണത്തിന് ആ കുറുപ്പ്. ബാലന്റെ തോക്ക് അടിച്ചു മാറ്റാൻ ഏറ്റവും എളുപ്പം കുറുപ്പിന് ഒന്നൂടെ. കുറുപ്പ് എന്തിനാ കൊല്ലുന്നേ? സുമിത്ര മരിക്കുന്നതിന് 4-5 ദിവസം മുമ്പാ ബാല അയാളെ ജോലിക്ക് നിയമിച്ച തന്നെ. പിന്നെ കൊല്ലാനുള്ള മോട്ടീവ് എന്താ? തെളിവെന്താ? തെളിവൊന്നുമില്ല, പക്ഷെ സംശയിക്കാവല്ലോ. അല്ലെങ്കിൽ വേണ്ട, ആ മീനാക്ഷിയെ സംശയിക്കാവല്ലോ. ഏത്? ആ വട്ട് കേസിനെ? എടാ, അവര് വട്ട് അഭിനയിക്കല്ലെന്ന് ആരാ പറഞ്ഞ? അവളെന്തിനാണ് കൊല്ലുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് വലിയ സൗന്ദര്യം ഇല്ലാന്നേ ഉള്ളൂ, പ്രായം വളരെ കുറവാ. ഈ ബാലൻ സുമിത്രയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ സുമിത്രയുടെ കൂടെ വന്നാണ് ആ സ്ത്രീ. അവർക്ക് ഏതെങ്കിലും ഒരു നിമിഷം ബാലനോട് ഒരു ഇഷ്ടം തോന്നാം. സുമിത്ര അതിനൊരു തടസ്സമാണെന്ന് വരുമ്പോ അവര് ബാലന്റെ തോക്കെടുത്ത് അങ്ങ് കാച്ചും. ഇനി അതും അല്ലെങ്കിൽ സുമിത്രയുടെ കാര്യത്തിൽ വളരെ പൊസസീവ് ആയിരുന്നു ആ സ്ത്രീ. സുമിത്ര തന്നെ തഴഞ്ഞിട്ട് ബാലനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ അവർക്ക് സഹിക്കില്ല, അവര് കാച്ചും. ഇനി അതുമല്ലെങ്കിൽ വേറൊരുത്തനുണ്ടല്ലോ, ആ ബാലന്റെ അളിയൻ, എന്താ അവന്റെ പേര്? ശേഖർ. ആ ശേഖർ. അവനും കുഴപ്പമോ? അവൻ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? ഈ സുമിത്ര മരിക്കുമ്പോഴുണ്ടോ അവൻ സ്ഥലത്ത്? എന്റെ മൂമ്മൂട്ടി, നീ എന്തിനാണ് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? എടാ, ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആകുമ്പോ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചേ പറ്റൂ. സത്യം കണ്ടെത്തേണ്ട മോനെ, ഇത് എവിടെ കിടക്കണമെന്ന് പടച്ചോന് മാത്രമല്ല അറിയൂ. ഈ കണക്കിന് നീ എന്നെ സംശയിക്കല്ലോ. നിന്നെ ഞാൻ ആദ്യം സംശയിക്കും. എന്തിന്? ഒന്നാമത് നിന്റെ ഈ കള്ളദൃഷ്ടി. പിന്നെ നീ സുമിത്രയെ കെട്ടണം എന്ന് പറഞ്ഞ് കുറെ നാൾ അവളുടെ പുറകെ നടന്നതല്ലേ. അത് നടക്കാതെ വന്ന ദേഷ്യത്തിന് നീ കാച്ചി കാണും. എന്നാ പിന്നെ എന്നെ അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോടേ. എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇണക്കട്ടെ. അപ്പൊ ഇണക്കിക്കൊണ്ടിരിക്കല്ലേ? അങ്ങ് വന്നേരെ. വരണുണ്ടടാ, ഒരു ബലങ്ങൊക്കെ വരണം. നിക്കടെ, ആ കാശ് തന്നിട്ട് പോടാ. ഇത് മാത്രം മറക്കരുത്. ഇനി പെണ്ണാനൊന്നും നിക്കണ്ട. ഓ, ഈ എല്ലാ പോലീസുകാരും ഇങ്ങനെ തന്നെ. ആ കൂട്ടത്തിൽ എന്നെ കുട്ടിയെ കൊന്നുകളയും പറഞ്ഞു ഞാൻ. പോടാ. വൈകിട്ട് കാണത്തില്ലേ? കാണാം. സാറ് സംശയിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് നല്ലവനാ ബാലൻ സാറ്. അങ്ങനെയാണെങ്കിൽ സുമിത്രയും ബാലനും കൂടെ എപ്പോഴും വഴക്കിടുന്നത് എന്തിനാ? വഴക്കടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. അല്പം രസക്കുറവുണ്ടായിരുന്നു എന്നല്ലാതെ ബാലൻ സാർ ഒരിക്കൽ പോലും സുമിത്ര കുഞ്ഞിനോട് വഴക്കടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ശരി, അവര് തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല സാർ. പിന്നെ എന്തുദ്ദേശത്തിലാ പറഞ്ഞത്? അത് സുമിത്ര കുഞ്ഞ് അല്പം ഗൗരവത്തിലായിരുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. അതിനുവേണ്ടിയാണ് ഞാൻ കുറുപ്പേട്ടനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ സുമിത്ര മരിച്ചു എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് 15-ാം തീയതിയാണ് അല്ലേ? അതെ. ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ താൻ കൊച്ചിയിൽ ഒരു കോൺഫറൻസിലായിരുന്നു എന്നാണ് ബാലൻ പറയുന്നത്. എന്നാൽ ഒരു പൊതു അവധി ദിവസമായ ഓഗസ്റ്റ് 15-ാം തീയതി കോൺഫറൻസ് നടന്നിട്ടില്ല. അതായത് കോൺഫറൻസിനിടയ്ക്ക് വീണ് കിട്ടിയ ഒരു അവധി ദിവസം ബാലൻ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. അയ്യോ, കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്ന് സുമിത്രയെ തീർത്തിട്ട് പോകാൻ ഇത്രയധികം സമയം വല്ലതും വേണോ കുറുപ്പേട്ട? അങ്ങനെയൊന്നും പറയല്ലേ സാറേ. 15-ാം തീയതി ബാലൻ ഇവിടെ വന്നിരുന്നു എന്നതിന് സാക്ഷിയുണ്ട്. കൊച്ചിയിൽ നിന്നും ബാലൻ വിളിച്ചുകൊണ്ട് വന്ന ടാക്സിയുടെ ഡ്രൈവർ. കുറുപ്പേട്ട, കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ ശിക്ഷാർഹമാണ് കുറ്റം മറച്ചു വെക്കുന്നതും കേട്ടോ. ഈ പറഞ്ഞ 15-ാം തീയതി ബാലൻ വീട്ടിൽ വന്നിരുന്നില്ലേ? ശരിയാണ് സാർ. അന്ന് ബാലൻ സാർ വന്നിരുന്നു. വീട്ടിലല്ല, ഓഫീസിൽ. ഒരു ഡോക്യുമെന്റ് എടുത്തിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. എന്തിനാ കുറുപ്പേട്ടൻ അങ്ങനെ പറഞ്ഞത്? അതിപ്പോ സാർ ആഗസ്റ്റ് 15-ാം തീയതി ഇവിടെ വന്ന വിവരം അയാൾ മനസ്സിലാക്കി. സാറ് വന്ന ടാക്സിക്കാരൻ്റെ മൊഴി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ വന്ന കാര്യം എനിക്കും പറയേണ്ടി വന്നു. അതിന് ടാക്സി പിടിച്ചല്ലല്ലോ ഞാൻ വന്നത്. ഇത് കുറുപ്പിനെ പഠിക്കാൻ അയാളൊരു നുണ പറഞ്ഞതാ. ഈശ്വര, ആ ദുഷ്ടന്റെ കെണിയിൽ ഞാൻ വീണു. ഇനി എന്താ ചെയ്യുക? മൊഴി മാറ്റി പറയണം? വേണ്ട, മൊഴിയൊന്നും മാറ്റി പറയണ്ട. ഞാനത് വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തോളാം. മാപ്പാക്കണം. സാരമില്ല, കുറുപ്പേട്ടൻ പൊയ്ക്കോ. ഇനിയിപ്പോ എന്ത് വഴി?
എല്ലാ വഴികളും അടഞ്ഞില്ലേ? അയ്യോ, വക്കീൽ സാർ കൈയൊഴിഞ്ഞു എന്ന് പറയരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നേ പറ്റൂ. എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു. അല്ല, ആരാ ഇതിനൊക്കെ കാരണക്കാരൻ? നിങ്ങളുടെ ബാലൻ തന്നെ. അയാൾക്ക് വല്ല കാര്യമുണ്ടോ ആ തോക്ക് കൊണ്ട് കിണറ്റിലിടാൻ? അത് സാറ് കൊണ്ടിട്ടല്ല. എന്തായാലും കിണറ്റിൽ കിടന്ന് കെട്ടിയ തോക്ക് നമുക്കെതിരെ ഒരു പ്രധാന എവിഡൻസ് ആണല്ലോ. ഇനിയിപ്പോ ബാലൻ ഐഡന്റിഫൈ ചെയ്ത ആ പുഴയച്ചാടിച്ചെത്ത പെണ്ണിന്റെ ആൾക്കാര് വല്ല നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് വരുമെന്നാ എന്റെ പേടി. അതുമാത്രമോ, സുമിത്ര കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തീയതി ഉൾപ്പെടെ ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ ബാലൻ ഒരു എക്സ്പോർട്ടേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാണ് ബാലന്റെ മൊഴി. എന്നാൽ ഇതേ ഓഗസ്റ്റ് 15 തീയതി ബാലൻ വീട്ടിൽ വന്നിരുന്നു എന്നാണ് കുറുപ്പിന്റെ മൊഴി. ഇല്ലേടോ? ഒരു നല്ല പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഇതൊക്കെ മതി സംഗതി പാളാൻ. സർ, ഒരു കൊലപാതകം എന്നൊക്കെ പറയുമ്പോ ഒരു കാരണം വേണ്ടേ? ബാലൻ സുമിത്രയെ കൊന്നു എന്ന് പറയുന്നതിന് ഒരു മോട്ടീവും ഇല്ല. അതെ, അത് തന്നെയായിരുന്നു നമ്മുടെയും പോയിന്റ്. ഇപ്പൊ അതും പാളിയില്ലേ? അവിഹിത ഗർഭം. ഭർത്താവ് ഭാര്യയെ വെടിവെച്ചു കൊന്നു. സംഗതി സിമ്പിൾ. അത് കുമാറിന്റെ മൊഴിയല്ലേ? അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നൊരു ഡോക്ടറുടെ കള്ളമൊഴി പോരെ തൂങ്ങാൻ? ഞാനും ഒരു ഡോക്ടറാണ്. അങ്ങനെയൊക്കെ ഒരു ഡോക്ടർ കള്ളമൊഴി പറയുമോ? കൊള്ളാം. പറയുമോന്നോ? അങ്ങനെ പറയുന്ന എത്ര പേരെ വേണം നിങ്ങൾക്ക്? അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക? കാര്യങ്ങൾ കോടതി വരെ എത്താതെ ഒതുക്കി തീർക്കുക. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്. അതായിരിക്കും നല്ലത്. എന്റെ അള്ളോ, ഞാൻ എന്തായി കാണുന്നത്? പടച്ചോനാണ് സത്യം. എന്റെ ജീവിതത്തിൽ ഇത്രയധികം രൂപ ഒരുമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അല്ല, പിന്നെ സാറിന്റെ ആദ്യത്തെ വരവിലും സംസാരത്തിലും ഒത്തിരി ദാരിദ്ര്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഇതൊരു പ്രസന്റേഷൻ ആയിട്ട് സ്വീകരിക്കുക. ഞാനവിടെ വന്നപ്പോ എന്റെ ചില പാടും പ്രാരാബ്ദമൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. അപ്പൊ എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച തരൂന്നല്ലാതെ ഇത്രയധികം തുക ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിതൊന്ന് ശരിക്ക് കണ്ടോട്ടെ. അതിന് അത്രമാത്രം ഒന്നും ഇല്ലാതെ. ഇതോ, ഈ കാക്കി ഉടുപ്പും അതിൽ 3 നക്ഷത്രമായി നടക്കുന്ന എനിക്കൊന്നും ഇതൊരു തുകയല്ലെന്നോ? ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ തന്നെ ഒരു ദിവസം ലീവ് എടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീവ് എടുക്കാനും പറ്റില്ല, ലീവ് എടുക്കാതെ എണ്ണാനും പറ്റില്ല. എണ്ണാതെ ഞാനിത് വാങ്ങിക്കുന്നതും ശരിയല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യേ? ഒരു കാര്യം ചെയ്യാം, സാറന്മാരിത് കൊണ്ടുവന്ന പോലെ തന്നെ അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോ. അല്ല, അത് എടുത്തോണ്ട് പോടോ. എന്നിട്ട് തന്റെ ക്യാപ്റ്റനോട് പറ, ഞാൻ അങ്ങനെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കേസ് ഒതുക്കുന്ന ആളല്ലെന്ന്. ചില പോണം. സോറി. ആ, വെരി സോറി. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാശുമായിട്ട് ഇറങ്ങുമെന്ന്. എനിക്കിപ്പോഴാ ബോധ്യമായത്. ഇതിന്റെ എല്ലാം പിന്നിൽ അവനാ, ആ ബാലൻ. എന്നാ പിന്നെ അവനെ അറസ്റ്റ് ചെയ്തൂടെ? ഇല്ലടാ, മോട്ടീവ് ഒന്നുകൂടെ സ്ട്രോങ് ആവണം. സുമിത്ര ഗർഭിണിയായിരുന്നു എന്നതിന് ഏക തെളിവ് ഇപ്പൊ നിന്റെ മൊഴി മാത്രമാണ്. അത് പോരാ. ഞാനും നീയും ഫ്രണ്ട്സാണെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു ഡ്രോബാക്കാ. ഈ സുമിത്ര ഏത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താണ് പോയിരുന്നതെന്ന് നമുക്ക് ഉടനെ കണ്ടുപിടിച്ചേ മതിയാവൂ. നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളുടെ പോക്ക്. അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും. എനിക്ക് ഡൽഹിയിൽ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. നാളെ രാവിലത്തെ ഫ്ലൈറ്റ് ഡൽഹിക്ക്, അവിടുന്ന് രായ്ക്ക് രാമായൺ നൈജീരിയക്ക്. വിസയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാം. കുറച്ചു കാലം മുങ്ങി അടക്കടാ. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഒതുങ്ങും. ഒളിച്ചോടുക അല്ലേ? പിന്നെ കുറ്റവാളി ആരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ദേവകി, ദേവകി,
ദേവകി, ദേവകി, എന്താ കുഞ്ഞെ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല. ഞാൻ ദേവകിയെ തിരക്കായിരുന്നു. ഗണപതിക്ക് ഉടയ്ക്കാൻ 2 തേങ്ങ വേണമെന്ന് പറഞ്ഞിരുന്നു. അവളിത് എവിടെ പോയി? എടിയേ, അകത്തെങ്ങും ഇല്ല. ഞാൻ അവിടൊക്കെ നോക്കിയതാ. പിന്നെ എവിടെ പോയി? വന്നാട്ടെ നോക്കാം. ഇവിടെയും കാണുന്നില്ല. പിന്നെ ഇത് എവിടെ പോയി? എടിയേ, എടി ദേവകിയേ, ഒന്നും മിണ്ടാരിടൂ. അവിടെ എങ്ങാനും ഉണ്ടാവും, നോക്കാം. എടി ദേവകിയേ, ദേവകിയേ. ഉണ്ടോ? ഇവിടെ ഇല്ല. എന്നാൽ എന്നോട് ഇത് ചെയ്തല്ലോ സാറേ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ദുഷ്ടൻ. ആ സുമിത്ര കുഞ്ഞുമായിട്ട് എന്തൊക്കെയോ കശപിശയുണ്ടായിരുന്നു. പാവം ബാലൻ സാർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ബാലേട്ടാ, ശേഖരേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റതാ. അവൻ പിന്നെയും കിടന്നിട്ടുണ്ടാവും മടിയൻ. ആ, സീത വന്നല്ലോ. എത്ര നേരമായി പോയിട്ട്? ഞങ്ങൾ തൊഴുതു കഴിഞ്ഞു. ആ മടിയൻ ശേഖരനെ അവിടെ കാണും കണ്ട. ഭഗവാനെ, ഒരാപത്തം വരുത്തരുതേ. രാമായണ മാസമാണ്. രാമായണം വായിച്ചോളൂ. സുമിത്ര പലപ്പോഴും കുമാറിനെ മീറ്റ് ചെയ്യുമായിരുന്നു, എറണാകുളത്ത് വെച്ച്. ആ വിവരം നിങ്ങൾക്കറിയാമായിരുന്നോ? യെസ്. യെസ്. അതുകൊണ്ട് തന്നെ സുമിത്രയോട് നിങ്ങൾക്ക് വെറുപ്പായിരുന്നു. ട്രൂ? ട്രൂ. ഓക്കെ. സുമിത്രയെ കൊല്ലാനുള്ളത്ര വെറുപ്പുണ്ടായിരുന്നു. am I right? സുമിത്ര കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. എറണാകുളത്ത് നിന്നും നിങ്ങൾ ഇവിടെ വരെ വന്നു എന്നതിന് സാക്ഷികളുണ്ട്, അല്ലേ ഉറുപ്പേട്ട? ശരിയാണ്. ഡോക്യുമെന്റ് എടുത്തിട്ട് ഞാൻ ഉടനെ തന്നെ തിരികെ പോവുകയും ചെയ്തു. ഡോക്യുമെന്റ് എടുത്തിട്ടോ അതോ സുമിത്രയെ കൊന്നിട്ടോ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ഭാര്യ സുമിത്ര ഗർഭിണിയാവുക, നിങ്ങൾ ഏറ്റവും അധികം വെറുക്കുന്ന കുമാരന്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കുക, സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ വളർത്തേണ്ടി വരിക, ഈ കാണുന്ന സ്വത്തുക്കൾക്കെല്ലാം ഉടമയാക്കുക. നിങ്ങൾക്കെന്നല്ല, ലോകത്തൊരു പുരുഷനും ഇതൊന്നും സഹിക്കില്ല. സോ യു കിൽഡ് ഹർ. ഇനിയെങ്കിലും അതൊന്ന് സമ്മതിച്ചൂടെ മിസ്റ്റർ ബാലൻ? അല്ല, സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയും താമസിച്ചാ പിന്നെ നൈജീരിയ വരെയൊക്കെ വരണ്ടേ, അല്ലടോ ശേഖര?
നിന്റെ കൈ വിലങ്ങ് വീഴുന്നത് കാണാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എന്റെ സുമിത്രയെ കൊന്നിട്ട് പണവിട്ട് മൂടി അങ്ങ് സൂയിക്കാമെന്ന് കരുതിയല്ലേ? ആ ഇതെന്താ രാമായണമൊക്കെ ആയിട്ട്? അല്ല, ഇനിയുള്ള കാലം ഇതും വായിച്ചോണ്ട് കഴിഞ്ഞാ മതി. വായിച്ചു വായിച്ചു ബോറടിക്കുമ്പോ ഇവിടൊക്കെ തന്നെ കാണും. അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു ഇസ്ലാമാണ് ഞാൻ. എല്ലാ മതഗ്രന്ഥങ്ങളും വിശുദ്ധമാണ്. ഈ രാമായണവും. ഇതിൽ ഉറങ്ങിക്കിടന്നിരുന്ന സത്യം നാളെ നിന്റെ അന്തിമ വിധി എഴുതും. ഡോക്ടർ നിർമ്മല ഐസക്, ഗൈനക്കോളജിസ്റ്റ്. ഇന്നലെ രാമായണത്തിൽ നിന്നും എനിക്ക് അവിചാരിതമായി വീണ് കിട്ടിയ ഈ തുണ്ടുകടലാസ് എന്നെ ഈ കേസന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു. ഡോക്ടർ നിർമ്മല സുമിത്രയ്ക്ക് കുറിച്ചു കൊടുത്ത ബ്ലഡ് ടെസ്റ്റിനുള്ള പ്രിസ്ക്രിപ്ഷനാണിത്. ഇതിൽ നിന്നും സുമിത്ര ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണ് എറണാകുളത്ത് പോയിരുന്നത് എന്ന മൊഴി യാഥാർത്ഥ്യമാവുകയാണ്. അതെ മിസ്റ്റർ ബാലൻ, സുമിത്ര എന്റെ പേഷ്യന്റ് ആയിരുന്നു. എനിക്ക് വളരെയധികം ആത്മബന്ധം തോന്നിയിട്ടുള്ള ഒരേ ഒരു പേഷ്യന്റ്. ഞങ്ങൾ തമ്മിൽ അവസാനമായി കണ്ടത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇന്നലെ CA എന്നെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ സുമിത്ര ഞാൻ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കെന്നല്ല, ആർക്കും. ബ്യൂട്ടിഫുൾ, ബ്രില്യന്റ്. ഞാൻ പറഞ്ഞില്ലേ, അവളെ ഒരിക്കൽ കണ്ട ആർക്കും മറക്കാൻ സാധിക്കില്ല. ഡോക്ടർ പറയട്ടെ. സുമിത്രയെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ദിവസം എന്റെ ക്ലിനിക്കിന് സമീപമുള്ള ബ്യൂട്ടി പാർലറിൽ ബോധം കെട്ടു വീണ അവളെ എന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴാണ്. പ്രാഥമിക പരിശോധനയിൽ സിംറ്റംസ് കണ്ടപ്പോൾ സുമിത്ര ഗർഭിണിയാണെന്നായിരുന്നു എന്റെ ധാരണ. എന്നാൽ ഡീറ്റെയിൽ ചെക്കപ്പിൽ സുമിത്രയുടെ വയറ്റിൽ വളരുന്നത് കുട്ടിയല്ലെന്നും മാരകമായ ട്യൂമറാണെന്നും മനസ്സിലായി. രോഗവിവരം മനസ്സിലാക്കിയ സുമിത്ര തളർന്നില്ല. പക്ഷെ ഇത് പുറത്തറിഞ്ഞാൽ തന്റെ ഭർത്താവ് ദുഃഖിക്കുമല്ലോ എന്നോർത്ത് അവൾ ആ വിവരം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. തന്റെ മരണം മൂലം ഭർത്താവിനുണ്ടാകാവുന്ന ദുഃഖം കുറയ്ക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ബാലനിൽ നിന്നും അകലുകയായിരുന്നു. കിടപ്പ് പോലും മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ബാലനെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി അവൾ ബോധപൂർവം കെട്ടിച്ചമച്ചൊരു കഥയായിരുന്നു ഈ കുമാറുമായുള്ള ബന്ധം. എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ രക്ഷപ്പെടുത്തുമായിരുന്നു. ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ ചൗധരിക്ക് ഞാൻ കേസ് ഷീറ്റ് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് അധികനാൾ ജീവിതമില്ലാന്ന സത്യം അവളോട് തന്നെ തുറന്നു പറയേണ്ടി വന്നു. അന്നായിരുന്നു ഞാൻ സുമിത്രയെ അവസാനമായി കണ്ടത്. തന്ന അഡ്രസ്സും മറ്റും തെറ്റായിരുന്നതിനാൽ പിന്നീട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനും കഴിഞ്ഞില്ല. പാവം കുട്ടി. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ സുമിത്ര ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ ഗർഭത്തിന് ഉത്തരവാദി താനാണെന്ന് വരെ അവകാശപ്പെട്ട് എന്നെ സമർത്ഥമായി വഴിതെറ്റിച്ച് ബാലനുമേൽ കൊലക്കുറ്റം ചുമത്താൻ ശ്രമിച്ചൊരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ ഫ്രണ്ട്ഷിപ്പ് മുതലെടുത്ത് എല്ലാം നിനക്ക് അനുകൂലമാക്കാമെന്ന് വിചാരിച്ചു അല്ലടാ? എഴുന്നേക്കണം. കള്ളമൊഴി തന്ന് കേസ് വഴിതെറ്റിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ നീ അനുഭവിച്ച മതിയാവും. ടേക്ക് ഹിം. ഓ എത്തേണ്ടയാൾ എത്തേണ്ട സമയത്ത് ക്ഷണിക്കാതെ തന്നെ എത്തി. ഇരുന്നാട്ടെ. ഇനി വ്യക്തമാക്കാനുള്ള പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. ഡോക്ടർ നിർമ്മല ഐസക്കിനെ കണ്ടതിന് ശേഷം ഞാൻ ഇന്നലെ സുമിത്രയുടെ മാനസിക അവസ്ഥയെപ്പറ്റി ഒരു സൈക്കാട്രിസ്റ്റുമായി ഡിസ്കസ് ചെയ്തിരുന്നു.
ചികിത്സയിലൂടെ ജീവിതം കുറെ കൂടി മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചേക്കും. പക്ഷേ മുടിയെല്ലാം കൊഴിഞ്ഞ് സൗന്ദര്യം നഷ്ടപ്പെട്ട് ഒരു വിരൂപയായി ജീവിക്കുക. സുമിത്രയുടെ സ്ട്രോങ് ക്യാരക്ടറിന് ഇതൊന്നും ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഒരുപക്ഷെ മരണം മുന്നിൽ കണ്ടതുകൊണ്ടാവാം തന്റെ ആത്മമിത്രമായ മീനാക്ഷിയോട് സുമിത്ര ഒരു യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് സുമിത്ര തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതാണ്. അതിനുവേണ്ടി അവൾ തിരഞ്ഞെടുത്തത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാണ്ഡവൻ പാറ തന്നെയായിരുന്നു. അതിനടുത്തുള്ള പൊട്ടക്കിണറിന് സമീപം വെച്ച് ബാലന്റെ തോക്കുപയോഗിച്ച് സുമിത്ര സ്വയം സുമിത്രയുടെ മരണം ഒരു ആത്മഹത്യയായി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. നോ, സുമിത്ര ആത്മഹത്യ ചെയ്തതല്ല. വാട്ട് ഹെൽ ഡു യു മീൻ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അവളുടെ വലതുഭാഗത്ത് വെടിയേൽക്കില്ല. ഷി വാസ് എ ലെഫ്റ്റ് ഹാൻഡ്. ഇടത് കൈയായിരുന്നു സുമിത്രയ്ക്ക് വശം. അതുകൊണ്ട് തന്നെ ഇടത് ഭാഗത്തെ വെടിയേൽക്കൂ. അതിനർത്ഥം സുമിത്രയെ ഷൂട്ട് ചെയ്തത് മറ്റാരോ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് എ മർഡർ. ഹൂ? ആര് കൊന്നെന്നാ ബാലൻ പറയുന്നത്? നിങ്ങളെല്ലാവരും എന്നെ സംശയിച്ചപ്പോഴും ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചു. സുമിത്രയുടെ മരണത്തെപ്പറ്റി അറിയാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ എനിക്കായിരുന്നു. മീനാക്ഷിയായിരുന്നു എനിക്ക് സംശയം. ഞാൻ ഇക്കാര്യം മീനാക്ഷിയെ പണ്ട് ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഡേവിഡുമായി ഫോണിൽ സംസാരിച്ചു. വേണ്ടതെല്ലാം ഉടനെ ചെയ്യാം. നീക്കങ്ങളെല്ലാം പരമരഹസ്യമായിരിക്കണം. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഒട്ടും വൈകരുത്. ഡോണ്ട് വറി മിസ്റ്റർ ബാലൻ. തൽക്കാലം ഇക്കാര്യം മറ്റാരും അറിയണ്ട. തന്റെ അനുജത്തെയും അളിയനും അടക്കം. അപ്പോ എല്ലാം പറഞ്ഞു പോലെ. ഈ സംഭാഷണം പാരലൽ ഫോണിൽ കൂടി ശ്രദ്ധിച്ച ശേഖർ പോലും എന്നെ സംശയിച്ചു തുടങ്ങി. കാണാതായ ഒരു ബുള്ളറ്റിനെ കുറിച്ചുള്ള താങ്കളുടെ സംശയം ഒരു ഉൾവിളി പോലെ എന്നെ സംഭവസ്ഥലത്തെത്തിച്ചു. അന്നാണ് അപ്രതീക്ഷിതമായി ബുള്ളറ്റ് കണ്ടതും താങ്കൾ എന്നെ തെറ്റിദ്ധരിച്ചതും. ഒന്നെനിക്ക് വ്യക്തമായി. ഗൺ ഉപയോഗിച്ച് ശീലമില്ലാത്ത ഒരാൾ, എന്റെ ഗൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ, അങ്ങനെ ഒരാളാണ് സുമിത്രയെ കൊന്നത്. മീനാക്ഷിയിലേക്കുള്ള സംശയം അതോടൊന്നുകൂടി ബലപ്പെട്ടു. ആ പുതിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഡോക്ടർ ഡേവിഡും സംഭവ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവൻ കൊടുക്കും, മറിച്ചായാൽ നേരെ തിരിച്ചു. അതാണ് മീനാക്ഷിയുടെ പ്രകൃതം. ഒരു മിഠായി കിട്ടിയാൽ പോലും രണ്ടായി പങ്കുവെക്കുന്ന സ്വഭാവത്തോടെ വളർന്നവരാണ് മീനാക്ഷിയും സുമിത്രയും. വിവാഹത്തിന് ശേഷം ബാലനെയും പങ്കുവയ്ക്കാൻ അവൾ ആഗ്രഹിച്ചു കൂടുന്നില്ലല്ലോ. അതിന് സുമിത്ര ഒരു തടസ്സമായി വന്നപ്പോ നോ ഡോക്ടർ, നെവർ. അങ്ങനെ ഒരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അവളത് പ്രകടമാക്കിയേനെ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. മറ്റൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. സുമിത്രയുടെ മരണം ഒരുപക്ഷെ അവൾ കണ്ടിരിക്കാം. ആ ഷോക്കിലൂടെ ആവണം അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടത്. യെസ്, ഇറ്റ്സ് പോസിബിൾ. ഹിപ്നോട്ടിസത്തിലൂടെ ഒരുപക്ഷെ അവളുടെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചേക്കും. ഇറ്റ്സ് എ പോസിബിലിറ്റി. എങ്കിൽ നമുക്ക് ആ വഴിക്കൊന്ന് നീങ്ങിയാലോ? പക്ഷേ ഒരു കാര്യം, സുമിത്ര മരിച്ചു എന്ന സത്യം അറിഞ്ഞാൽ പിന്നെ മീനാക്ഷിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ദർ ഇസ് എ ഡെഫിനറ്റ് റിസ്ക്. അവൾക്ക് എന്ത് സംഭവിക്കാം? മീനാക്ഷിയുമായി ഇക്കാര്യം തന്ത്രപൂർവ്വം സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. മീനാക്ഷി നിക്ക്. മീനാക്ഷി. എന്താ സാറേ പറ്റി? മീനാക്ഷിയെക്കുറിച്ച് ഞാൻ ഡോക്ടർ ഡേവിഡുമായി സംസാരിച്ചു. സുമിത്രയുടെ മരണം ഒരുപക്ഷെ മീനാക്ഷി കണ്ടിരിക്കാം. ആ ഷോക്കിൽ അവളുടെ ഓർമ്മ നശിച്ചതാവാം എന്നാണ് ഡോക്ടർ പറയുന്നത്. മീനാക്ഷിയെ ഹിപ്നോട്ടൈസ് ചെയ്താൽ സത്യം കണ്ടെത്താൻ കഴിയും. പക്ഷെ മീനാക്ഷി സഹകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. കുറുപ്പിയേട്ടൻ പറഞ്ഞാൽ മാത്രമേ മീനാക്ഷി അനുസരിക്കൂ. എങ്ങനെയെങ്കിലും അവളെ ഡോക്ടർ ഡേവിഡിന്റെ ആശുപത്രിയിൽ ഒന്ന് എത്തിച്ചേരണം. അങ്ങനെ വരുമോ? അങ്ങനെ ആയിക്കൂടുന്നില്ല. സാറെന്താ പറഞ്ഞേ? സാറ് വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞ് ശരിയായിക്കൊള്ളാം. അന്ന് എന്നെ രക്ഷിക്കാനുള്ള താല്പര്യമായിരുന്നില്ല കുറുപ്പിന്റെ മുഖത്ത്. ഭയമായിരുന്നു.
മറച്ചു വച്ചിരുന്ന കാര്യം പുറത്തു വരുമോ എന്ന ഭയം. കുറുപ്പിന് എന്തെല്ലാമോ അറിയാം എന്നെനിക്ക് ഉറപ്പായി. സുമിത്ര മരിക്കുന്നതിന് മുമ്പ് കോൺഫറൻസിനിടയിൽ അത്യാവശ്യമായി വേണ്ടിവന്ന ഒരു ഡോക്യുമെന്റ് എടുക്കാൻ ഞാൻ ഓഫീസിൽ വന്നിരുന്നു. ഉടനെ തിരിച്ചു പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ഞാൻ സുമിത്രയെ ഫോണിൽ വിളിച്ചറിയിച്ചു. എന്നും 5 മണിക്ക് പോകാറുള്ള കുറുപ്പ് സംഭവം നടന്ന ദിവസവും 5 മണിക്ക് പോയി എന്ന് പറയുന്ന കുറുപ്പ് ഞാൻ വന്ന വിവരം അങ്ങനെ അറിഞ്ഞു. വാച്ച്മാനോ മറ്റോ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു ഡോക്യുമെന്റ് എടുക്കാനാണ് ഞാൻ വന്നതെന്ന് കുറുപ്പ് എങ്ങനെ മനസ്സിലാക്കി? അവിടെയാണ് എന്റെ സംശയങ്ങൾ ബലപ്പെട്ടത്. പക്ഷേ കുറുപ്പ് എന്തിന് സുമിത്രയെ കൊല്ലണം? കുറുപ്പിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കുറുപ്പിന്റെ നാട്ടുകാരി ദേവകി ഒരു വഴികാട്ടിയായേക്കുമെന്ന് എനിക്ക് തോന്നി. ഇക്കാര്യം ഞാൻ ശേഖറുമായി സംസാരിച്ചു. സത്യം മനസ്സിലാക്കാൻ ദേവകിയെ അല്പം ക്രൂരമായി തന്നെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നു. ഈ സത്യം പറയാൻ പറഞ്ഞില്ല, നിന്നെ കൊന്നു. പിന്നെ എന്താ ഉണ്ടായത്? സത്യത്തിൽ സുമിത്രയുടെ മരണവുമായി ദേവകിക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ അവളിൽ നിന്ന് ഒരു സത്യം പുറത്തു വന്നു. ഈ ഇരിക്കുന്ന കുറുപ്പിന് ഒരു മകൻ ഉണ്ടായിരുന്നുവെന്ന്. ഈ ഡോക്യുമെന്റ്സ്, നേവൽ ബേസിൽ നിന്ന് കിട്ടിയ ഈ ഡോക്യുമെന്റ്സിൽ എല്ലാ തെളിവുകളുമുണ്ട്. ഒരബദ്ധം പറ്റിയതുപോലെ ബാലൻ നൈജീരിയയിലേക്ക് പോകുന്നു എന്നോട് പറഞ്ഞതും പല പല കണക്കൂട്ടലുകളുടെ ഭാഗമായിരുന്നു, അല്ലേ കുറുപ്പേ? കൂടുതൽ കാട് കയറി തലപുണ്ണാക്കണ്ട. അതേടാ, ഞാനാണ് നിന്റെ സുമിത്രയെ കൊന്നത്. എന്തിനാണെന്ന് അറിയട്ടെ? ദൈവം പോലും പൊറുക്കാത്ത കടുത്ത ശിക്ഷ കൊടുത്തു നീ കൊന്നത് എന്റെ മകനെയാണ്, എന്റെ അജയനെ. എന്റെ മകനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ഞാൻ നീറിക്കൊണ്ടിരിക്കുകയാണ്. നീ നീറണം, നീറി നീറി തകരണം. അതിനുവേണ്ടി തന്നെയാടാ ഞാൻ നിന്റെ കാര്യസ്ഥനായിട്ട് കൂടിയത്. ഒരു വ്രതം പോലെ പ്രതികാരം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. നീ അന്ന് ഓഫീസിൽ വന്ന് സുമിത്രയ്ക്ക് ഫോൺ ചെയ്തത് പാരലൽ ഫോണിൽ കൂടെ ഞാൻ കേട്ടു. വീണ് കിട്ടിയ സുവർണാവസരം. എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചു. സുമിത്രയെ കൊല്ലുക, ആ കുറ്റം നിന്റെ തലയിൽ ചുമത്തി നിന്നെ അകത്താക്കുക, അതായിരുന്നു ലക്ഷ്യം. അതിനായി അവളെ സൂത്രം പറഞ്ഞ പാണ്ഡവന്മാരയിൽ എത്തിച്ചു. ആദ്യത്തെ വെടി ഉന്നം തെറ്റി, പിന്നെ പിഴച്ചില്ല. അവളെ കൊന്ന് കിണറ്റിലിട്ടു. തെളിവിനായി തോക്കും. ദിവസങ്ങൾക്കുള്ളിൽ ശവം കണ്ടുപിടിക്കും നീ അകത്താകുമെന്ന് ഞാൻ കരുതി. മഴയത്ത് ഉരുൾപൊട്ടി കിണർ മുടിയപ്പോ ഞാൻ വേദനിച്ചു. എന്നാൽ സുമിത്രയുടെ മരണശേഷം നീ തകരുന്നു കണ്ടപ്പോ ഞാൻ ആനന്ദിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി നീ സീതയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോ പിന്നെ അവളായിരുന്നു ലക്ഷ്യം. ഒരിക്കൽ അടിവാരത്തിലേക്ക് തള്ളിയിട്ട് സീതയെ കൊലപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. ആ ശ്രമം പരാജയപ്പെട്ടു. അന്ന് പാമ്പ് കടിയേറ്റ് സീത മരിക്കേണ്ടതായിരുന്നു. നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നിന്റെ സീതയെ ഇല്ലാതാക്കാനുള്ള കൊടുങ്കാറ്റ് മീനാക്ഷിയുടെ മനസ്സിൽ വിതച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മതി തമാശ പറഞ്ഞത്. ഇന്നലെ ആ ഇൻസ്പെക്ടർ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ കുറുപ്പേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം. ബാലൻ സാറാണല്ലേ നിന്നെ കൊന്നത് ആ മൂദേവിക്ക് വേണ്ടി? ഇല്ല സുമിത്രേ, എനിക്കിന്ന് ജീവിക്കണ്ട. നീയില്ലാതെ എനിക്കെന്ത് ജീവിതം? എനിക്കും വരണം നിന്റെ ലോകത്തേക്ക്. പക്ഷേ അതിനു മുമ്പ് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഈ മുറി ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല. ചുട്ടുകരിക്കും. എന്നിട്ട് ആ തീയിൽ ഞാനും മരിക്കും.
കൊന്നിട്ട് സൂഹിക്കാമെന്ന് കരുതിയോ? നിന്നെ ഞാൻ സൂഹിപ്പിച്ച് ജീവിപ്പിക്കാൻ വേണ്ടി. സീതേ, സീതേ, സീതേ. സീതേ, സീതാലക്ഷ്മിക്ക് ഒരു കൊരിയറുണ്ട്. ശരി. സീത ചുരുട്ടിക്കളഞ്ഞ ഓരോ തുണ്ട് കടലാസും ഞാൻ സൂക്ഷിച്ചു. ചവറ്റുകൊട്ടയിലെ കവിതകൾ പോലും ഈ പബ്ലിഷർക്ക് ഏറെ ഇഷ്ടായി. സന്തോഷമായ?